ഇത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുംബൈയിൽ എവിടെയോ 97 എവിടെയോ ഹിന്ദി പറഞ്ഞ് മറാഠിയും പറഞ്ഞ് ഏതോ ബാംഗ്ലൂർ വൃത്തിയുടെ സ്ഥലത്ത് സീഷോർ വെസ്റ്റേൺ ഏരിയ കൂടിയല്ല. അപ്പോൾ അതല്ല ഗോവ എന്ന് പറഞ്ഞാൽ പോർച്ചുഗീസും മലയാളവും പിന്നെ അങ്ങനെ കുറച്ച് ഹിൽസിയാലി അവർക്ക് ഇപ്പോഴും ബർത്ത്ഡേ വിഷ് ചെയ്യുന്നത് അങ്ങനെയാണ്. അതിൽ ഹിന്ദി കുട്ടികളെ എല്ലാവരും കോപ്പി ചെയ്യാൻ പോകും. ഭോജ്പുരി വേറെ സ്ഥലത്ത് എവിടെയോ നോർത്ത് ഇന്ത്യയിലും ഭോജ്പുരി നീങ്ങിയവരെ ശിഖണ്ഡികളെ വൃത്തിഹീനമായ ശിഖണ്ഡികളെ അരച്ച് നടക്കുന്ന ഗുഡ് കൾച്ചറൊക്കെ നടക്കുന്നവർ കോണിയാൻ്റെ അതുപോലെ പോർച്ചുഗീസ് അവരൊന്നും ഇങ്ങനെ വൃത്തികെട്ട വാക്കുകൾ പറഞ്ഞു തരില്ലേ, പറയൂല. അങ്ങനത്തെ ഒരു കൾച്ചർ അവിടെ ഇല്ല. ഗോവ എന്ന് പറഞ്ഞാൽ പോർച്ചുഗീസ് നല്ല വൃത്തി നല്ല വെടുപ്പും സ്ട്രെങ്ത്തുള്ള ഇസ്രായേൽ പോലെ എന്ന് പറയാം. കേരളയും കുറച്ച് പറയാം. ഹിന്ദിക്കാർ കേരളയിലില്ല 97 തൊട്ട് 2005 വരെ. ഇപ്പോഴത്തെ പോലെയല്ല, MDMയും ബാക്കിയൊന്നുമില്ല. അപ്പോൾ അന്ന് ഇങ്ങനെ ഫിനി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അപ്പോൾ അവിടെ ഈ ഫിലോനെ നോക്കുന്നതും 2.5 വർഷം പോർച്ചുഗീസ് സ്ത്രീ അങ്ങനത്തെ കൊങ്കണി ഇംഗ്ലീഷ് ലെറ്റേഴ്സ് വരുമ്പോൾ ഒരു പ്രത്യേക ടൈപ്പ് കൾച്ചർ അവിടെ ചെല്ലുമ്പോൾ ഒരു വികാരം എന്ന് പറയും. ഗോവ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഞാൻ ഇപ്പോൾ 9 വർഷം അവിടെ ഉണ്ടെങ്കിലും 1987 കഴിഞ്ഞ് ഞാൻ ജനിക്കുമ്പോഴും സ്റ്റേറ്റ് ആകുമ്പോഴും ആ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വികാരം എന്ന് പറയും. ആ സ്റ്റേറ്റ് ആയിട്ട് ഞാൻ അവിടെ ഒരു 8-9 വർഷം ജീവിച്ചു എന്ന് അതുകൊണ്ടായിരിക്കില്ല ഒരു പ്രത്യേക ഒരു പ്രസൻസ് ഉണ്ട് അവിടെ. മീൻസ് അവിടെ നടക്കുമ്പോൾ അവിടുത്തെ ഉൾഭാഗവും എല്ലായിടത്തും നടക്കുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ അവിടെ ഒരു പ്രത്യേക കൾച്ചർ. അവിടെ ആരെങ്കിലും വൃത്തികെട്ട രീതിയിൽ ടൂറിസ്റ്റ് കേന്ദ്രം നല്ല വൃത്തിയുള്ള സ്ഥലമാണ്, വൃത്തിയും എടുപ്പുണ്ട് അവിടെ. പിന്നെ അങ്ങനെ വൃത്തികെട്ട ഹിന്ദി സ്ഥലം പോലെ ഒന്നുമല്ല. അപ്പോൾ അങ്ങനെയും മലയാളത്തിലും അന്ന് വരുമ്പോഴും അന്ന് അവിടെ സിനിമകൾ അവിടെ ഒരു സിനിമ അവിടെ ഷൂട്ട് ചെയ്യാനുള്ളത് അവരുടെ ലാംഗ്വേജിലും കൊങ്കണി പോർച്ചുഗീസിലും അങ്ങനെ ഒരു ഷൂട്ടിങ്ങും ഇല്ല അവിടെ. അപ്പോൾ മലയാളം സിനിമ അവിടെ ആദ്യം ഷൂട്ട് ചെയ്യുന്നു. മണി ചിത്ര താഴ്വാരത്തിൽ അവിടെ താമസിക്കുമ്പോഴും വെള്ളച്ചാട്ടം അതൊക്കെ ഉള്ളത് താല് സിനിമ ഇറങ്ങുമ്പോഴും അതുപോലെ താഴ്വാരം എന്നുള്ളത് മറ്റേ അയാൾ കഥ എഴുതുകയാണല്ലോ കാണിക്കുന്നതും അതൊരു ഫേസിനെ കാണിക്കണേ. ആ ഫേസ് പോയി. നോ ഫേസ് നോ നെയിം നമ്പർ ഗോ 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 നോ നോ എന്ന് പറയുന്നത് 2000-ലും 2001-ലും ഇറങ്ങണ തോമസ് ആൻഡേഴ്സിൻ്റെ അതൊക്കെ പേരുകൾ അവരുടെ ശരിക്കുള്ള പേരല്ല. അത് അങ്ങനെ ചെയ്യുന്നതും അങ്ങനത്തെ ഒരു അർത്ഥം വെച്ച് ഡിവോഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ലവ് ഇസ് ലൈക്ക് ആൻ ഓഷ്യൻ എന്ന് പറഞ്ഞാൽ സീ. അപ്പോൾ സീ എന്ന് പറഞ്ഞാൽ അതൊരു ഡിവോഷനാണ്. നമുക്ക് അതിനോട് വികാരം ഒരു അടുപ്പം തോന്നുന്നു. അപ്പോൾ ആ വെസ്റ്റേൺ ആ ഏരിയ അറേബ്യൻ സീ എന്ന് പറയുന്നത് ഒരു വെസ്റ്റേൺ ആയിട്ട് ടച്ച് ആയിട്ട് എടുക്കുന്നത്. അതാണ് വെസ്റ്റേൺ ടച്ച് ആയിട്ട് 91 to 2005 വരെ സിനിമകൾ ഇറങ്ങുന്നതും അങ്ങനത്തെ. ഇപ്പോൾ ഇത്ര വെള്ളത്തിൽ തടിച്ച് വേർത്ത് 34, 35, 36 അപ്പോൾ ആ സമയത്ത് എനിക്കൊരു തനിമ 24 വയസ്സുകളുടെ ചെറുപ്പവും ആ സ്മെല്ലും ഓടി നടന്ന് വഴങ്ങി കാര്യങ്ങൾ തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് വൃത്തികേട് കഴിക്കാണ്ട് നല്ലോണം എക്സസൈസും സ്ട്രെച്ചിങ്ങും ചെയ്യണതിന് വൃത്തി നടക്കണതിന് വൃത്തിഹീനമായ ശിഖണ്ഡികൾ ഡ്രഗ് അടിച്ച് കുടിച്ച് കുറ്റം പറഞ്ഞ് നടക്കണ പോലെയല്ല. മൂത്രമൊഴിച്ച് 3 വർഷത്തിലാക്കില്ല ഞാക്കാണ്ട് കുടിച്ച് ഡ്രഗ് അടിച്ച് ഗുട്ക കഴിച്ച് നടന്ന് ഗുട്ക തുപ്പി നടന്ന് ഡ്രഗ് അടിച്ച് അവിടെ തന്നെ കഞ്ഞിയും കുടിച്ച് അവിടെ കഞ്ഞി പല്ലും തേച്ച് തുപ്പിയിട്ട് അവിടെ തന്നെ 3 വർഷം വൃത്തിയിലാണ് ജീവിക്കണവരെ ആരാധിക്കണ പോലെയല്ല. അപ്പോൾ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ വായിൽ 8 പല്ല് മാത്രം ബാക്കിയാക്കിയിട്ട് ഇപ്പോൾ മുതിർന്നവരും 37 വയസ്സുള്ളവരൊക്കെ കുടിച്ച് ഡ്രഗ് അടിച്ച് അല്ലെങ്കിൽ കുടിച്ച് സിഗരറ്റ് വിളിച്ച് അങ്ങനെ ഇരിക്കണ പോലെയല്ല. ഒരു ചൊടിപ്പുണ്ട്, ചൊടി എന്ന് പറയും ആ ഒരു തനിമ. അപ്പോൾ അത് തനിമ സൂക്ഷിക്കുന്നത് എത്ര വർഷം എത്ര എടുത്താലും ആ തനിമ എപ്പോഴും സൂക്ഷിക്കും. ഞാൻ പറയും എൻ്റെ പിന്നെ തിരുവനന്തപുരത്ത് വന്ന ഇംഗ്ലണ്ട് കോവൻട്രിയിലുണ്ടായി പറയും ബോയ്സിന് ഇങ്ങനെ ചെറുപ്പത്തിൽ നല്ലൊരു പ്രത്യേക എടുപ്പുണ്ട്. അത് വളരും തോറും കൂടുതൽ ഭംഗി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു. മീൻസ് ആ ഒരു ചെറുപ്പുണ്ടല്ലോ അത് ചിലവർക്ക് അത് മാത്രമല്ല പ്രത്യേക റയറായിട്ടുള്ള ആൾക്കാർ അത് ഉണ്ടാവുള്ളൂ. അത് ബൂസായിട്ട് കണ്ണുകൾക്കും ആ ഒരു പറപ്പിച്ച് ഡ്രഗ് അടിച്ച് തന്ന തന്തേനും തള്ളേനും ആയിരുന്നു കൂട്ടി വാങ്ങിപ്പിച്ച് കൊന്നിട്ട് ഏതോ സമയത്ത് ചേച്ചിയെ ഭ്രാന്തിയാക്കി ബൂസായിട്ട് ഡ്രഗ് അടിച്ച് നടന്നിട്ട് ഏതോ കുരുട്ട് മാമക്കോയ കണ്ണുകൾക്കും ഏതോ ഈസ്റ്റ് ഇന്ത്യൻ 5 അടി 6 ഇഞ്ച് ഉള്ളവർക്ക് ബൂസ് കണ്ണുകൾക്കൊന്നും ആ പറപ്പിച്ച് പറഞ്ഞ ഡ്രഗ് അടിച്ച് കൈ അടുപ്പിക്കണം പോലെ ആക്ടിങ് എന്തായാലും 112 വയസ്സായി ഞാൻ ചെയ്യില്ല. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ട്. നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ലായിരുന്നു. നിങ്ങളുടെ നാവ് വളി വിട്ടതല്ല പറയണതെങ്കിൽ കറക്റ്റ് കാര്യം പറയാം. നിങ്ങൾ ആയിരുന്നു കുട്ടി വാങ്ങില്ലായിരുന്നു. പാരലിസിസോ സ്വയം മേടിച്ച് ചാവുന്നതോ എന്തെങ്കിലും ഇലക്ട്രിസിറ്റി ആയിട്ട് ബന്ധമുള്ള കാര്യങ്ങളോ ഒന്നും നിങ്ങൾ ആയിരുന്നു കുട്ടി വാങ്ങില്ലായിരുന്നു. നിങ്ങളെ സ്വയം ആയിരുന്നു കുട്ടി വാങ്ങാൻ ഫേക്ക് സിറ്റുവേഷൻ അത് അങ്ങനത്തെ കാര്യം ചെയ്യുന്നത് നിങ്ങളുടെ തെറ്റാണ്. മനസ്സിലായ? നിങ്ങളുടെ വായന്ന് വളി വിട്ട പോലെ അവിടെ ഹിന്ദി ഒന്നും കണക്ഷൻ ഹിന്ദി ആരും പറയിപ്പിക്കണില്ല. ഇവിടെ ആരും എന്നോട് ഇപ്പോൾ ഹിന്ദി പറയിപ്പിക്കണില്ല. അവർ ഹിന്ദി അവിടത്തൊക്കെ വരുന്നുണ്ടെങ്കിലും അവർ ഹിന്ദി തന്നെയാണ് മലയാളത്തിലൊരു ടൈപ്പിലാണ് സംസാരിക്കണം. എന്താണെന്ന് വെച്ചാൽ അവർക്ക് അറിയാം ഹിന്ദി ആയിട്ട് ബന്ധമില്ല ഹാരിസിന്. അപ്പോൾ ഹിന്ദി പറയുന്നത്
ഹാരിസൺ. അപ്പോൾ ആ ടൈപ്പിലുള്ള വരുന്നത് ഇപ്പോൾ സാൻവേഡം മഡ്ഗാവ് മാടപ്പള്ളി എന്ന് അറിയില്ല. അപ്പോൾ അതിൽ ചാന്തോർ അതുപോലെ അങ്ങനത്തെ 94, 97, അതുപോലെ 91 തൊട്ടും 2005 വരെ ഇറക്കണതും ആ ഇതിൽ ഇറങ്ങുന്നതും അതൊരു എല്ലാവരും അറിയും ചെയ്യും. പക്ഷെ എല്ലാവരും ശോഷിച്ചവർ ഡ്രഗ് അടിച്ച് പറയിപ്പിച്ച് പറയണവർ ഫേക്ക് ആവും ചെയ്യും. അത് ഏറ്റവും അവസാനം ഒമേഗ പോലെ നിലനിൽക്കുകയും ചെയ്യും. ആ രീതിയിൽ പോയിക്കൊണ്ടിരിക്കണം. അല്ലാണ്ട് ചിടങ്ങൾ തമ്മിൽ MDMA കഴിച്ച് ഡ്രഗ് അടിച്ച് കുടിച്ച് നടന്നു, അതല്ല ഇവിടെ വരുന്നത്. അപ്പോൾ ബോധമില്ലാണ്ട് കാര്യങ്ങൾ ചെയ്യണതിലും കാര്യമില്ല. അപ്പോൾ ഒരു ലെവൽ വെച്ച് സംസാരിക്കുമ്പോൾ അങ്ങനെയാണ് വരേണ്ടത്. അപ്പോൾ അതുപോലെ എന്താ പറയുക, നിങ്ങൾ ബെല്ലടിച്ച് നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ട്, അതാണ് നിങ്ങളുടെ ഭാഗത്ത് തെറ്റുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ബെല്ലടിച്ച് അവിടെ വന്ന് നിൽക്കും, സംസാരിക്കാൻ പറ്റാറിയില്ല. അല്ലെങ്കിൽ എവിടെയെങ്കിലും തോണ്ടി ഹാരിസ് എന്ന് പറയാനുള്ള ഇതില്ലേ, എനിക്ക് കേൾക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു വല്ല ആസ്മയാന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ ഞാൻ വിചാരിക്കും ആസ്മയുണ്ടോ എന്ന് ചോദിക്കും എന്നോട് ഞാൻ. അപ്പോൾ അത് എന്നോട് ചോദിപ്പിക്കേണ്ട കാര്യമുണ്ട്. നിങ്ങൾ ഓരോ വിടുത്ത മരുന്ന് കൂട്ടി വാങ്ങിച്ചിട്ട് വേറെ ഇരട്ടി എറിഞ്ഞ് കൂട്ടി വാങ്ങിയിട്ട് ഞാൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്കൊന്നും പറയാൻ പറ്റാണ്ടാവേണ്ട രീതി ആവശ്യമുണ്ട്. ചോദിക്കുമ്പോൾ അവർ വെറുതെ നിന്നാൽ മതി നിങ്ങൾക്കൊന്നും തിരിച്ചറിവില്ല, ആരെന്താണെന്ന് അറിയില്ല. പിന്നെ ആരെക്കുറിച്ച് നിങ്ങൾ പറയണം, ആരും ചെറിയ സെൻറ്റൻസ് വെച്ചാൽ ബാക്കിയുള്ള കാര്യങ്ങൾ ചോദിച്ചാലും വിശദീകരിച്ച് ചോദിച്ചാലും നിങ്ങൾക്കൊന്നും പറയാനില്ല. അപ്പോൾ നിങ്ങൾ ആരെക്കുറിച്ച് പറയണമെന്ന് അറിയില്ലെങ്കിൽ നിങ്ങളുടെ തലയ്ക്ക് സുഖം ഉണ്ടാവില്ല. ആരും പറയിപ്പിച്ച് പറഞ്ഞതിന് ചികിത്സ ചെയ്യേണ്ടി വരും. നിങ്ങൾ പാരലിസിസ് ആവുന്ന ചികിത്സ ചെയ്യേണ്ടി വരും. സ്വന്തം നാവ് വളിവിടണ പോലെ ആക്കണതും MDMA പോലെ സ്ത്രീകളും MDMA മക്കളെയും അങ്ങനെ ചെയ്യണമെങ്കിൽ മക്കളെ പറയും ചിടുങ്ങളെ തമ്മിൽ വിലയിലാണ്ടാക്കി വെച്ച് നിങ്ങൾക്ക് തമ്മിൽ അറിയില്ല. ഒരു ജസ്റ്റിസ് കാണുന്നത് അവരുടെ നിഴലോ മാരേജ് കാണുന്നത് തമ്മിൽ അറിയില്ല. ഞങ്ങൾക്ക് ഇവരാരാ ഇതാരാ ഞാനാരാ എന്ന് നിങ്ങൾക്ക് അറിയാം. ആരാവണം ഇവരാരാന്ന് അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ആരെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾക്ക് തലയ്ക്ക് സുഖം ഉണ്ടാവില്ല. നിങ്ങൾക്ക് അങ്ങോട്ടുകൾ വരുന്ന കുട്ടി വാങ്ങുന്നത് തമ്മിൽ വില കൽപ്പിക്കാതിരിക്കേണ്ട കാര്യമില്ല. തമ്മിൽ സ്ട്രെങ്ത് ഉള്ള കാര്യങ്ങൾ പറഞ്ഞ് സ്ട്രെങ്ത് ആയിട്ട് തങ്ങുക. അല്ല ചപ്പടാച്ചി പിപ്പടാച്ചി കുപ്പടാച്ചി വാക്കുകളല്ല പറയേണ്ടത്, ഇവരുള്ള കാര്യങ്ങൾ പറയാം. പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾ എന്താ പറയുക, ഞാൻ ചെയ്തോളൂ. എനിക്ക് ഒരു ലെവലിസ്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ സ്ട്രെങ്ത് ലെവലിസ്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെ വരണമെങ്കിൽ വേറെ എല്ലാവരും എനിക്ക് സംസാരിച്ച് എവിടെയും പോയി ചെയ്ത് വരണ കാര്യങ്ങളുണ്ടോ അല്ലെങ്കിൽ എവിടെയും ചെയ്യണ്ടോ? നിങ്ങളിങ്ങനെ ആരെക്കുറിച്ച് അറിയാണ്ട് ഓരോ വിഡിത്തം പറയിപ്പിച്ച് വായന വളി വിട്ടിട്ട് നിങ്ങൾക്ക് ജീവിച്ചിരിക്കേണ്ട കാര്യം, നിങ്ങൾ ജനിച്ചതോ തെറ്റ്, ജീവിക്കുന്നതോ വേസ്റ്റ്. ജീവിക്കാൻ ഇറങ്ങി നീങ്ങി ഞാൻ തമ്മിൽ വിലയില്ലാണ്ടാക്കി ചത്ത പോട്ടെ എന്ന് പറഞ്ഞ് ഛർദ്ദിപ്പിക്കണ വരെ നിങ്ങൾ വടിയായിട്ട് നിന്നെ ഡ്രഗ് അടിപ്പിച്ച് കുടിച്ചാൽ ഞങ്ങൾ ധൈര്യമുള്ളവരാ പറയും. വെറുതെ പറയുന്നതാണ്. എന്നിട്ട് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ അവർ മാറി നിന്ന് ചിരിക്കും. എന്തിനു വേണ്ടി ജനിച്ചു, എന്തിനു സത്തുന്നു. നിങ്ങൾക്ക് അങ്ങനെ ശരിക്കുള്ള 10 വർഷം ഉണ്ടായി കുരങ്ങെന്നാണ് ബാക്കിയുള്ള മനുഷ്യരും ഏഞ്ചൽസും ആൽഫ്യം ഇതൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചും പ്രതീക്ഷിക്കാൻ സ്നേഹിക്കുന്ന സോഷ്യൽ വാക്കുകൾ പറയാണ്ട് അങ്ങനെയൊക്കെ ഏഷ്യയും പരിഭവം പിന്നെ ഇറങ്ങിയത്. ഏഷ്യയും പരിഭവവും വഞ്ചനയും ഓരോ ചിടങ്ങളെ ആരാധിക്കലും ശിഖണ്ഡികളെ ആരാധിക്കലും ശാപങ്ങൾ അറിയാം. അങ്ങനെ കുരങ്ങെന്ന് 10 വർഷം ജീവിക്കണം കുരങ്ങെന്നുണ്ടായെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്. മനുഷ്യർ അത് തെറ്റ് വെടി മാഷുമാർ അത് ഡ്രഗ് കുടിച്ച് സിഗരറ്റും മേടിച്ച് വീട്ടിലിരിക്കേണ്ട അതും പഠിപ്പിച്ച്. അപ്പോൾ അത് ശരിയല്ല. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ പരീക്ഷയിൽ തോറ്റിട്ട് ഡ്രഗ് അടിച്ച് കൊടുത്താൽ ടോയ്സത്ത് വൃത്തികേട് ചെയ്ത് പിന്നെ ബോധമില്ലാണ്ട് ഡൈവോഴ്സും മറ്റേതും ഇതും വഞ്ചനയും ചതിയും ഡ്രഗ് അടിച്ച് കുടിച്ച് ബോധമില്ലാണ്ട് കിടക്കുമ്പോൾ നിങ്ങളുടെ ഭാര്യ മക്കളെ കുടിച്ച് ഡ്രഗ് നടന്ന ബോധമില്ലാണ്ട് 4 പേര് ചോദിക്കാമെന്ന് പറയാറില്ലെങ്കിൽ നിങ്ങളും കുടിച്ച് ഡ്രഗ് നടന്നിട്ട് പറയും നിങ്ങൾക്ക് എന്തൊരു ധൈര്യമുള്ളത്. തമ്മിൽ ധൈര്യമില്ലാണ്ട് തമ്മിൽ വിലയില്ലാണ്ട് ബോധമില്ലാണ്ട് പറഞ്ഞിട്ട് എന്താ കാര്യം? ബോധത്തോടെ കാര്യങ്ങൾ ചെയ്യുക, സൂക്ഷിച്ച് വാക്കുകൾ പറയാണ്ട് ചെയ്യുക, തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് ചെയ്യുക. അവിടെ വായന്ന് ഞാൻ ഇങ്ങനത്തെ വൃത്തികെട്ട സ്ഥലത്ത് പോയാലും ഞാൻ പൂ ചൂ ചൂ ടു ടു എന്നൊന്നും ഞാൻ ABCD പറഞ്ഞൊക്കെ നടക്കണല്ലേ. പൂർണ്ണ വിവരങ്ങളുള്ള വാക്കുകളാണ് വരേണ്ടത് നാവ് കൂടെ സ്ട്രെങ്ത്തിൽ. അത് സൂക്ഷിച്ച് വാക്കുകൾ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വൃത്തികെട്ട സ്ഥലത്ത് പോയി ഞാൻ വാക്കുകൾ നിങ്ങൾ പറയണവരുണ്ടോ? പേഷ്യൻസിന് വരെ കണ്ടിട്ട് നിങ്ങൾ ഡ്രഗ് അടിച്ച് പിടിച്ച് നടക്കണവരുണ്ടോ? സൂക്ഷിച്ച് വാക്കുകളും പറഞ്ഞിട്ട് കുറേ അരുന്നൂട്ടി വാങ്ങി സത്തവരുണ്ട്. സുജിത് ശോഭൻ എക്സാമ്പിൾ. അപ്പോൾ വിവരമില്ലാണ്ട് നടക്കരുത്. ഒരു കാര്യം ഉള്ള കാര്യം മനസ്സിലാക്കുക എന്താണ്. അല്ലാണ്ട് 10 വർഷം അതെങ്കിലും ചെറിയൊരു വിഡിത്തം 10 വർഷം ജീവിക്കണം കുരങ്ങെന്നാണ് നമ്മളെല്ലാവരും ഡ്രഗ് അടിച്ച് കുടിച്ച് പൊട്ട തിരഞ്ഞെടുത്തിട്ടുണ്ടായെന്ന് പറയും. ശരിക്കുള്ള ബൈബിളിൽ ആൽഫ്യം ഒമേഗയുടെ കാര്യം പറയുമ്പോൾ ശരിക്കുള്ള തേജസ്വിക ശരീരം അന്നൊക്കെ ഉള്ളത് പറയുമ്പോൾ 10 വർഷം ജീവിച്ച അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. 10 വർഷം ജീവിക്കണ കുരങ്ങെന്നാണ് ഈ 100 വർഷം 300 വർഷം ജീവിക്കണ മനുഷ്യരുണ്ടായെന്ന് പറഞ്ഞാൽ പൊട്ട വിഡിത്തല്ലേ. നിങ്ങൾ കുടിച്ച് ഡ്രഗ് അടിക്കാതിരിക്കുമോ? പരീക്ഷയിൽ തോറ്റാപ്പോൾ ഡ്രഗ് അടിച്ച് കുടിച്ച് നടക്കും. കുറേ വർഷങ്ങളും 21 ദിവസം ബെഡ് റെസ്റ്റ് ആയാലും കാലുകളിൽ ബെഡ് റെസ്റ്റ് ആയാലും നിങ്ങൾ ഡ്രഗ് അടിച്ച് കുടിച്ച് നടക്കും. വല്ല കാര്യം ഉണ്ടാവും ധൈര്യമില്ലാണ്ട് നടന്നിട്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യമില്ല. അതുകൊണ്ട് സാക്രിഫൈസിന് വാല്യൂ ഉണ്ടാവും. തമാശക്കാരെ സാക്രിഫൈസ് ചെയ്യില്ലേ. അപ്പോൾ വിഡിത്തം എന്താണെന്ന് പറഞ്ഞു തരുമ്പോൾ അത് മാറ്റാൻ ശ്രമിക്കുക. അല്ലാണ്ട് ഞങ്ങൾ ഡ്രഗ് അഡിക്റ്റിൻ്റെ കൂടെ നടന്നോളൂ എന്ന് പറഞ്ഞിട്ട് ഓരോ വൃത്തികേട് പറഞ്ഞിട്ട് കാര്യമില്ല.
ഓരോ വൃത്തികെട്ട നിന്റെ കൂടെ ഡ്രഗ് അടിച്ചു കൊടുത്താൽ തലയ്ക്ക് സുഖമില്ലാത്ത MDMA കാര്യം ഇത് പറയുമോ? ഇല്ല. അത് ബോധത്തോടെ കാര്യങ്ങൾ ചെയ്യും. നിന്റെ MDMA ഞാൻ ഡിപ്പെൻഡ് ചെയ്യണമില്ല. അപ്പോൾ അത് മനസ്സിലാക്കാൻ പഠിക്കുക എന്താ എവിടെയാണെന്ന് കാര്യങ്ങളൊക്കെ. എനിക്കെപ്പോഴും ലിഫ്റ്റ് ഇറങ്ങി താഴെ നിങ്ങളെ തിരിച്ചറിയുന്നത് എപ്പോഴും മനസ്സിലായി. ഇപ്പോഴും ലിഫ്റ്റ് ഇറങ്ങി വന്നു, അടുത്ത പ്രാവശ്യം ലിഫ്റ്റ് ഇറങ്ങി വന്നു, 10 പ്രാവശ്യം ലിഫ്റ്റ് ഇറങ്ങി വന്നു, നിങ്ങൾ തിരിച്ച് ആരാണാവോ? അത് നിങ്ങൾക്ക് ആരെ കുറിച്ച് പറയണമെന്ന് അറിയാണ്ട് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. മനസ്സിലാവണ്ട? എന്നെ അറിയണം അല്ലെ നിർബന്ധം അറിയണത്തോളം മതി. പിന്നെ ഞാൻ ലെവൽ വെച്ച് സംസാരിക്കാൻ എന്തെങ്കിലും ഫോൺ വെച്ച് വന്നാൽ എന്ത് ചെയ്താലും അത് സംസാരിച്ച് വരണ രീതിക്ക് അനുസരിച്ചിരിക്കും. ലെവൽ വെച്ച് എപ്പോഴാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച്. അതുകൊണ്ട് മിറാജ് പോലെ കണ്ടു, നിഴൽ കണ്ടു, കറുത്ത രൂപം കണ്ടു, ഡ്രസ്സ് പറഞ്ഞ് നിങ്ങൾ കണ്ട തിരിച്ചറിയില്ല എന്നുള്ള പോലെ ലെവൽ വെച്ച് സംസാരിക്കാണ്ട് ഈ കൂടുതലായിട്ട് കണ്ട് അരമണിക്കൂർ സംസാരിക്കണ പോലെ അല്ല അത്. അപ്പോൾ എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അതനുസരിച്ച്. അല്ലെങ്കിൽ ഹിന്ദി കുട്ടികളെ കുറിച്ചിട്ട് അകടിച്ച ആൾക്കാർ ആരും കോപ്പി ചെയ്യാൻ പോവില്ല. അപ്പോൾ നിങ്ങൾ വീണ്ടും വളി വിടുന്ന പോലെ വായിക്കോടെ വളി വിട്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അതുകൊണ്ട് വളി വിട്ടുകൊണ്ടിരുന്ന എന്തുണ്ടാവുക? നിങ്ങളായിരുന്നു കൂട്ടി വാങ്ങും. നിങ്ങൾ പറയുന്നത് ശരിയായിരുന്നെങ്കിൽ നിങ്ങൾ ആയിരുന്നു കൂട്ടി വാങ്ങേണ്ട കാര്യമില്ല. നിങ്ങൾ സ്ട്രെങ്ത് ആയിട്ട് എന്താ ചെയ്യും? ബാക്കി ഇതിൽ ഡ്രഗ് അടിക്കാണ്ട് തിരിച്ച് പ്രതിഷ്ഠിക്കാണ്ട് പങ്കുവയ്ക്കുക, സ്നേഹിക്കുക, വിവാഹത്തിനോടുപടി അങ്ങനെ വിവാഹത്തിനോടുപടി സ്പിരിച്വലായിട്ടൊക്കെ അങ്ങനെയാണെങ്കിൽ ഓക്കെ. നിങ്ങളിപ്പം 10 വർഷം അവിടെ നിന്നാണ് ജീവിച്ച കുരങ്ങെന്നാണ് നമ്മളുണ്ടായ ഏഷ്യന് പരിഭവം കൊണ്ട് നടന്നത്. അത് വിഡിത്തം വിശ്വസിച്ചിരിക്കല്ലേ? തലയ്ക്ക് സൂര്യാത്ത പേയും MDMA പറയാം ഞങ്ങൾ ഡ്രഗ് അടിച്ചു കൊടുത്ത് നടന്നത്, ഞങ്ങൾ 10 വർഷം ജീവിച്ച കുരങ്ങെന്നുണ്ടായ അവരങ്ങനെ പറയുള്ളൂ. എന്നിട്ട് തമ്മിലായിരുന്നു കൂട്ടി വാങ്ങി ചാവും. മനസ്സിലാവണ്ട? നിങ്ങൾ പറയുന്നത് നിങ്ങൾ നാവുന്ന വളി വിടുന്നതല്ലായിരുന്നെങ്കിൽ, നിങ്ങൾ വിപരീതം ചെയ്യുന്നത് തെറ്റ് മനസ്സിലാക്കി മാറിയിരുന്നെങ്കിൽ, വൃത്തിഹീനമായ ശിഖണ്ഡികളെ ആരാധിക്കുന്നത് നിർത്തിയിരുന്നെങ്കിൽ, നിങ്ങൾ ആയിരുന്നു കൂട്ടി വാങ്ങൽ നിർത്തിയേനെ, കുറഞ്ഞേനെ. അങ്ങനെ ഒന്നും ഉണ്ടാവില്ലായിരുന്നു. 3 വർഷം ജീവിക്കാനുള്ളതും പിഴവ് സംഭവിക്കില്ല. മൈനോറിറ്റിക്ക് എല്ലാം കിട്ടിയാലും മെജോറിറ്റി പിഴവ് സംഭവിക്കില്ല. സ്വയം മേടിച്ചാവണമെന്നുണ്ടാവില്ല. പക്ഷെ നിങ്ങൾ വായോടെ വളി വിട്ട് നാവ് വളി വിട്ട് സ്വന്തം മക്കളെ ചിടുങ്ങളെ വരെ ഇല്ലാണ്ടാക്കുക. യൂട്രസ് ഇല്ലാന്ന് ചിലപ്പോൾ ചിടുകൾക്ക് മനസ്സിലാവും, പെണ്ണോ ആണോ തിരിച്ചറിയില്ലായിരിക്കും. പക്ഷെ നിങ്ങൾ മന്ദബുദ്ധികളായ തന്തകൾക്ക് മനസ്സിലാവണ്ടേ ആരെന്താന്ന്? നിങ്ങൾ കണ്ണിൽ തലയ്ക്ക് പിരി അളങ്ങിയുണ്ടോ എന്ന് ചോദിക്കണതുകൊണ്ട് റെക്കോർഡ് ചെയ്യുന്നത് ആർക്കും ചെയ്യാം, എന്തും ചെയ്യാം. ശരിക്കുള്ള വിവരമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ജീവിക്കാൻ അർഹതയുള്ള കാര്യങ്ങൾ പറയണമെന്നും മനസ്സിലാക്കുക. എന്നിട്ട് അത് മാറി മനസ്സിലാക്കുക. അല്ലെങ്കിൽ തെറ്റാണ് ഞങ്ങൾക്ക് ഇഷ്ടം, ശിഖണ്ഡികളായിരിക്കും, വൃത്തിഹീന ശിഖണ്ഡികളായിരിക്കും, ഞങ്ങൾക്ക് ആയിരുന്നു കൂട്ടി വാങ്ങണം, ചാവണം, തമ്മിൽ വിലയില്ലാണ്ട്, സ്വന്തം ഭർത്താക്കന്മാർ വരെ വിലയില്ലാണ്ട് ഡ്രഗ് അടിച്ച് നടക്കുന്നുണ്ട്. ഞങ്ങളുടെ ഭാര്യമാർ വരെ അങ്ങനെയാണ് ഡ്രഗ് അടിച്ച് തമ്മിൽ കൊല്ലിച്ച് നടക്കാം. എന്നിട്ട് ഓരോ ആവശ്യമില്ലാത്ത ചോദിക്കുമ്പോൾ ആരെ കുറിച്ച് പറഞ്ഞാൽ അവർക്ക് അറിയില്ല. വെളിവില്ലാത്ത നാവ് കൊണ്ട് വളി വിട്ട പോലെ അർത്ഥമില്ലാത്ത കാര്യങ്ങൾ, വളി വിടാന്ന് പറഞ്ഞ നാവ് കൊണ്ട് അർത്ഥമില്ലാത്ത വിഡിത്തം പറഞ്ഞിട്ട് നമ്മളായിരുന്നു കൂട്ടി കത്ത് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനില്ല. ഇതാണ് ഞങ്ങൾക്ക് ഇത്ര ഉള്ളൂ, ഞങ്ങൾ 10 വർഷം ജീവിച്ച് കുരങ്ങുന്നുണ്ടായെന്ന് വിചാരിച്ച് ഞങ്ങൾ വിഡിത്തം വിഴുങ്ങിയിരിക്കും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വിവരമുള്ള കാര്യം പറയുമ്പോൾ ജീവിക്കാൻ അർഹതയുള്ള കാര്യങ്ങൾ പറയണമെന്ന് മനസ്സിലാക്കുക. ഇത് മാറുക. എന്നിട്ട് പാതിരികളും ആവശ്യമില്ലെന്ന് പറഞ്ഞ് റിപ്പീറ്റായിട്ട് സാക്രിഫൈസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടും, നക്കപ്പിച്ച വിലയില്ലാണ്ട് ചെയ്യരുത്, ജീവനത്തിൽ വിഗ്രഹങ്ങൾ ആരാധിക്കേണ്ടെന്ന് പറഞ്ഞിട്ടും ഈ മുസ്ലിംസും ഹിന്ദുസും റോമൻ കത്തോലിക്സും ചെയ്യണം പോലെ വിഡിത്തം ചെയ്തുകൊണ്ട് എഴുതുന്ന കഴിഞ്ഞാൽ ഇതേ ഞങ്ങൾ ചെയ്യുള്ളൂ. എല്ലാം കറക്റ്റായിട്ട് ബൈബിൾ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ വിപരീതം ചെയ്യുള്ളൂ. എന്നിട്ട് ഞങ്ങൾ ഞെളിഞ്ഞ് ആയിരുന്നു കുട്ടി വാങ്ങുമെന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ല. ജീവിക്കാൻ അർഹതയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ മാറിയിട്ട് അതിനുള്ളത് അർഹതയുള്ള കാര്യങ്ങൾ ചകഞ്ഞെടുക്കാൻ നോക്കാം. പിന്നെ എന്താ പറഞ്ഞാൽ ഇത് അങ്ങനത്തെ കാര്യങ്ങൾ അത് മനസ്സിലാക്കാൻ പഠിക്കുക. ഉള്ള കാര്യം എനിക്ക് ലെവൽ വെച്ച് സംസാരിക്കും. പിന്നെ എപ്പോഴെങ്കിലും പറയാൻ എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് ഇത്ര പറഞ്ഞാൽ മതി. നിങ്ങളപ്പോൾ ഞാനിപ്പോൾ ഇന്നലെ മിഞ്ഞാന്ന് വന്നുള്ളൂ. ഇത് വേണമെങ്കിൽ നിങ്ങൾ വലിയൊരു സംസാരിക്കളെ പറയാം. നിങ്ങൾ ഞങ്ങൾ കാണണ്ട, അപ്പം നിങ്ങൾ ഓളി നോക്കും, നിങ്ങൾ തുറന്നു പോലെ നോക്കിയോളൂ, ഞങ്ങൾ തുറന്നു പോലെ നോക്കിയിട്ടുള്ളൂ. അതെനിക്ക് വേണമെങ്കിൽ ഇവിടെ അടുത്തടുത്ത് ലെവലിൽ സംസാരിക്കുന്ന വ്യത്യാസമുണ്ട്. അവിടെ നിൽക്കണ പോലെയില്ല, പെട്ടെന്ന് നിങ്ങൾ ഉണ്ടാക്കി പറയിപ്പിച്ച് പറഞ്ഞ പോലെയല്ല. അപ്പോൾ ഞാൻ പറഞ്ഞേ പോലീസ് വിളിച്ച് ബൈബിൾ ക്യാൻസൽ ചെയ്യാം. എന്നാൽ ഞാൻ കുറിച്ചിട്ട് കടച്ചാൽ എനിക്ക് കണക്ഷൻ എനിക്ക് കണക്ഷൻ വേണ്ട, ഡിസ്കണക്ട് ചെയ്തോ, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല, എൻ്റെ മനസ്സിലാവും പറഞ്ഞു. പക്ഷേ ഇനി 27 എനിക്ക് ആവശ്യമില്ല പറഞ്ഞുള്ളൂ. ഇനി അതിന് ഡിസ്കണക്ഷൻ ആവശ്യമില്ല. നിങ്ങൾ തന്നോ, എനിക്ക് കണക്ഷൻ തന്നോ, കുറേ നാൾ എൻ്റെ പ്രൂഫ് എല്ലാം ഇരുന്നോട്ടെ. ഞാൻ എനിക്ക് MDMA ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പരീക്ഷയിൽ തോറ്റാൽ ഞാൻ MDMA കളിച്ച് നടക്കണല്ലേ. അത് എനിക്ക് എൻ്റെ ശബ്ദങ്ങളും അത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല, വീട്ടികളെ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. അതിന് വേണ്ടിയായിരുന്നു അത്. അപ്പോൾ നിങ്ങൾ ക്യാമറ കണക്ഷൻ ഫുൾ എൻ്റെ കയ്യിലിരിക്കും, മൊബൈലിരിക്കും ചെയ്യും, ബാക്കിയുള്ള പ്രൂഫ് എല്ലാം കയ്യിൽ ഒരു കുഴപ്പമുണ്ടാവില്ല. അതിന് വേണ്ടിയായിരുന്നു ഇതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കാര്യം മനസ്സിലാവുന്ന രീതിയാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല. വിവരമുള്ള കാര്യങ്ങളാണ് പറയണത്. MDMA കഴിച്ച് 40 വർഷം കഴിച്ചിട്ട് പറഞ്ഞിട്ട് ബോധം കെട്ട് പെടുന്നല്ലോ. വീണ്ടും MDMA കഴിച്ച് ഡ്രഗ് അടിച്ച് നമുക്ക് പറയുന്നത് അവിടെ പറഞ്ഞു തീർന്നു. അല്ലാണ്ട് നിങ്ങളുടെ പോലെ ആദിവാസി ഓരോരുത്തരും വിളിച്ച് പറയണ സമയമൊക്കെ തീർന്നു.
അതുകൊണ്ട് ഞാൻ പറയണത് എവിടുന്ന വരണേ മനസ്സിലാക്കുക. അവിടെ ഹിന്ദി കുട്ടികളും മലയാളി MDMA കന്നഡ ഗാണ്ടുകളും എവിടെയോ മുംബൈയിൽ എവിടെയോ ആയിരിക്കും നീങ്ങിയവർ ആരും കോപ്പി ചെയ്യാൻ പോകില്ലേ, ധൈര്യമുള്ളവർ കോപ്പി ചെയ്യും. അവിടെ വരുമ്പോൾ അവിടെ സംസാരിക്കുക, അവിടെ വരുമ്പോൾ അവിടെ നിൽക്കുമ്പോൾ തിരിച്ചറിവ് കാണിക്കുക. ആരെ കുറിച്ച് പറയണത് നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾക്കാണ് നിങ്ങളാണ് നിങ്ങൾ തലയ്ക്ക് സുഖമില്ലാത്തവർ, ആര് പറപ്പിച്ച് പറയണവർ. എന്തെങ്കിലും ആയിക്കോട്ടെ, എന്തെങ്കിലും നിങ്ങൾക്ക് അവിടെ നിൽക്കണവർ ഇവിടുത്തെ കാര്യം അറിയേണ്ട കാര്യമില്ല. എന്തെങ്കിലും വെട്ടിത്തായിക്കോട്ടെ, ചോദിക്കുമ്പോൾ അതിനുള്ള കാര്യം പറയും. അതിന് ഓരോരുത്തരെ വിളിച്ച സമയത്ത് തോന്നും. അതായത് അവിടെ പറയണ രീതിയില്ല. നീ ഇപ്പോഴും നിന്റെ മാമക്കോയും ഷിജിനെയും പറഞ്ഞുകൊണ്ടിരുന്ന അവർ പറപ്പിച്ച് പറയണവരാ. അവർക്ക് ബോധമില്ല, പറപ്പിച്ച് മാത്രം എന്തെങ്കിലും മേടിച്ച് കൂട്ടും. ഡ്രഗ് അടിച്ചവർ അവർ കൈയടിക്കാൻ പറഞ്ഞാൽ അവർക്ക് വേണ്ടി കൈയടിക്കും. 5 അടി 6 ഇഞ്ച് ഒരു വിടുന്നവരിങ്ങനെ രീതിയിൽ വരുന്നതും നല്ലൊരു ജമ്മ അല്ലെങ്കിൽ ഹർഷ അങ്ങനത്തെ മുഖം വരുന്നതും ഫേസിനെ പറയുന്നതും അവിടെ അങ്ങനെ ചിടുന്ന 5 അടി 6 ഇഞ്ച് മൂന്നാമത് ജനിച്ച അനിയന്മാരും ഏതോ 1987 വരെ 1947 ആരും ആ ഭാഗത്ത് ആരും കോപ്പി ചെയ്തിട്ടില്ലേ. അപ്പോൾ അങ്ങനെയുള്ളവരും ചിടുങ്ങിങ്ങനെ ഉറക്കം തൂങ്ങിയ മോന്തിയും പറഞ്ഞുകൊണ്ട് ആയിരുന്നു കൂട്ടി വാങ്ങിയിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന വൃത്തിഹീനമായ ശിഖണ്ഡികൾ വെച്ച് സ്വന്തം പേര് സ്വന്തം ബർത്ത് റേറ്റ് കൂടിയല്ല പറയിപ്പിച്ച് പറയണവർ പറഞ്ഞുകൊണ്ടിരുന്നത്, പറയിപ്പിക്കാണ്ട് പറയുന്നത് ലോകം മൊത്തം കേൾക്കുന്നുണ്ട്. എന്നിട്ട് ഈ തലയ്ക്ക് സുഖമില്ലാണ്ടിരുന്നു കഴിഞ്ഞാൽ 5 അടി 6 ഇഞ്ചും ശരിക്കുള്ള വിടർന്ന് നല്ലൊരു തരം ഒരു വിടർന്ന് തിക്കതേറിയൊരു ഇത് രൂപമുണ്ട്. അതനുസരിച്ച് എങ്ങനെ വരണം മനസ്സിലാക്കാണ്ട് ഹിന്ദി കുട്ടികളും ആരും കോപ്പി ചെയ്യില്ല. അങ്ങനെയാണ് ഹിന്ദി കുട്ടികളെ എല്ലാവരും കോപ്പി ചെയ്താണ് തന്നെ. ഇപ്പോഴും കുറേ ഹിന്ദി കുട്ടികളും മലയാളം MDMA നടക്കണല്ലേ. അപ്പോൾ ഹിന്ദി ആയിട്ട് എനിക്ക് ബന്ധമില്ല. വൃത്തികെട്ട ആവശ്യമില്ലാത്ത വാക്ക് മായയുടെ വളി വിട്ട പോലെ ആക്കിയാൽ നിങ്ങളാണ് അരുന്നൂട്ടി വാങ്ങുന്നത്. നിങ്ങളുടെ നാവ് പറയുന്നത് ശരിയാണെങ്കിൽ നിങ്ങൾ അരുന്നൂട്ടി വാങ്ങില്ലായിരുന്നു, അല്ലെങ്കിൽ ഏത് വീട് വിട്ട് പോകില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങളുടെ തെറ്റ്. ഞാനിവിടെ 3 വർഷമാണ് ഞാൻ പെഞ്ഞമൊഞ്ഞെന്ന് പറയാൻ പോയാൽ ഇവിടെയെങ്കിലും. അപ്പോൾ ഒരു അതനുസരിച്ച് പറയണം. നിങ്ങൾ ഉറക്കം തൂങ്ങി 5 അടി 6 ഇഞ്ച് മാമക്കോയും സന്തോഷ് പണ്ഡിത്തും ഏതോ ഫേക്ക് പേരുകളെയും പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഷിജിനും ഓട്ടോ ചാർജ് നിങ്ങൾ സംസാരിക്കണവർ എന്നൊക്കെ പറഞ്ഞവർ വേറെ വീട്ടിത്താണ്. അവരാരും കോപ്പി ചെയ്യാൻ പോകണല്ലേ. അവരാണ് അതാണ് ഇപ്പോഴും 5 അടി 6 ഇഞ്ചുള്ള അത്ര ഇങ്ങനെ ചെടുന്നിരിക്കുന്നതും ഇവിടെ ഇങ്ങനെ ഒരു വേറെ ടൈപ്പിൽ നടക്കുക. അത് ആര് പറയിപ്പിക്കാണ്ട് ചെയ്യുന്നത് വ്യത്യാസമുണ്ട്. അല്ലാണ്ട് കുടിച്ച് കിടക്കുന്ന അനിയന്മാരും ഒടിഞ്ഞ് നടക്കണവരും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമില്ല. ഇവിടെ എനിക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് എനിക്കറിയാം, ഇവിടെ എന്ത് ചെയ്യണം. അല്ലാണ്ട് പറയിപ്പിച്ച് പറയുന്നതും വീട്ടിലെ ഏതോ സമയത്ത് എവിടെ ആയിരുന്നു കുട്ടി വാങ്ങണവരും 1368 ജനിക്കണവരും ഏതോ ആത്മഹത്യ ചെയ്യണവരും അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് തരുന്നാൽ നിങ്ങൾ പെടും. പിന്നെ കുറേ 7, 9, 51, 47 ജനിച്ചവർ ആയിരുന്നു കുട്ടി സമയത്ത് ഒരു സത്തുണ്ട്. അത് വേറെ വല്ലതിനും ഇതിനായിരിക്കും. അതുപോലെ ശരിക്കും ഞാൻ ചെയ്തോളൂ. പക്ഷെ ആദ്യമാണെങ്കിൽ ഒരു പറയാമെന്നുള്ളത് അതിന് ഞാൻ പോകണമെന്നില്ല. വേറെ ഡെന്നിസ് മോട്ടോർ ജോർജിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. അപ്പം 2027 എനിക്ക് 39 വയസ്സായിരിക്കുമ്പോൾ 3/9/27 ആ സമയത്ത് ചെയ്യുന്നത്. അപ്പം ഞാനൊരു സമയത്ത് ചെയ്യുന്നത് പാലസ് പോയിട്ട് എഴുന്നേൽക്കും ജീവിതത്തെ സ്തുതിക്കുക, സാഹചര്യമുണ്ട്. അതിൽ വേറെ തന്നെ പാലിസസ് എഴുന്നേൽക്കും അല്ലെങ്കിൽ സുഖവും തളർച്ച മാറട്ടെ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് പറഞ്ഞാൽ അത് ഫേക്ക് സിറ്റുവേഷൻ അല്ലെങ്കിൽ അപ്പം തന്നെ എഴുന്നേൽക്കും. ഫേക്ക് സിറ്റുവേഷൻ ആണെങ്കിൽ അപ്പം തന്നെ എഴുന്നേൽക്കും. അല്ലെങ്കിൽ ഫേക്ക് സിറ്റുവേഷൻ അല്ലെങ്കിൽ 2 ദിവസം എഴുന്നേൽക്കും. എഴുന്നേറ്റ് അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ആര് പേടിക്കും, ഫ്രണ്ട് പഠിക്കണം, ജീവിതത്തെ ശ്രദ്ധിക്കുക, എഴുന്നേൽക്കുക, ആര് പേടിക്കേണ്ടത് സ്വർഗത്തിൽ എഴുന്നേൽക്കും ഭാഷ എന്നൊക്കെ പറഞ്ഞാൽ ആ സമയത്ത് എന്തെങ്കിലും നടന്നാൽ ആയി. അവിടെ 11 വയസ്സിലൊന്നും ചെയ്യാൻ പറ്റാണ്ട് 15 വയസ്സിലാണ് ചെയ്യാമായിരുന്നു എന്നും പറഞ്ഞ് ചിന്തിക്കുന്നതല്ല. ക്രൂസിങ് ജോലിക്കൊന്നും പോകേണ്ട കാര്യം വരുന്നില്ല, മെറ്റീരിയൽസ് ജോലിക്ക് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അപ്പം നിങ്ങൾ ചിന്തിക്കണ രീതി മനസ്സിലാക്കുക. നിങ്ങൾ ചിന്തിക്കണ വിടുത്ത ഞാൻ ചിന്തിക്കണല്ലേ. അപ്പോൾ എങ്ങനെ കോപ്പി ചെയ്യുന്നത് ആ ഒരു പ്രത്യേകതയെ കോപ്പി ചെയ്യണം, സ്പെഷ്യൽനെസ്സിനെ. അവിടെ തലയ്ക്ക് സുഖമില്ലാത്ത MDMA കഴിച്ച് നടക്കണ ഗുഡ്ക ഹിന്ദികളെയും കന്നഡ ഗാണ്ടുകളെയും എവിടെയോ പഴകിയവരെയും പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ അവരാരും കോപ്പി ചെയ്യാനും പോകണില്ലേ, അവിടെ കിടക്കല്ലായിരുന്നു. മനസ്സിലായ എന്നെ എല്ലാവരും അറിയണം നിർബന്ധമില്ല എന്ന് പറയുന്നത് എൻ്റെ ഖ്യാതി അങ്ങ് നിന്നോളും. അങ്ങനെ എല്ലാവരും അറിയിപ്പിക്കണം കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ കോപ്പി ചെയ്യണം. മനസ്സിലായത് നിങ്ങളെ വിഡ്ഢികളെ ബോധിപ്പിക്കാനല്ല നടക്കുന്നത്. അതുപോലെ നിങ്ങൾ ഒറ്റയ്ക്ക് ഫീൽ ചെയ്യുമ്പോൾ എനിക്കൊന്നുമില്ല. എനിക്ക് ഒറ്റയ്ക്ക് എത്ര എന്നാലും ബോൾ അടിക്കില്ല. എത്ര ഒരു 1000 വർഷം ഒറ്റയ്ക്ക് നിന്നാലും കുഴപ്പമുണ്ടാവില്ല. മനസ്സിലാവേണ്ടത് നിങ്ങൾക്ക് മനസ്സിലാവും. അതെന്തെങ്കിലും പറഞ്ഞ യേശുവയുടെ പോലെ പറയാം. ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് തോന്നുന്നവരും ഡ്രഗ് അടിച്ച് വിവരമില്ലാത്തവരും ഡ്രഗ് അടിച്ച് നടക്കണവരും ധൈര്യം ഇല്ലാത്തവരും പേടി ക്ഷീണം തോന്നുന്നവർ ആർട്ടിഫിഷ്യൽ മറവി വേണ്ടവർ അങ്ങനെയുള്ളവരൊക്കെയാണ് കുടിച്ച് തകർച്ച് നടക്കുന്നത്. ബോധമില്ലാണ്ട് കടന്നു കഴിഞ്ഞാൽ അത് ക്രിസ്ത്യാനിറ്റി അല്ല. വൃത്തിഹീനമായ ശിഖണ്ഡികൾ ആരാധിക്കുന്നതല്ല താനാക്കും താൽമൂടും തോരയും ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. മുസ്ലിമും മൂമനും കൂമനും പറയുന്നതുകൊണ്ടാണ് ഗൾഫിൽ നിങ്ങൾ ആ സമയത്ത് നോക്കിയിരുന്നായിരുന്നു കുട്ടി വാങ്ങുന്നതും വീട്ടിൽ നിന്നായിരുന്നു വീടണ്ടി പോണതും. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്?
അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയണേ. അതുകൊണ്ട് പറയും, മനസ്സിലാക്കാൻ പഠിക്കുക. അത് ഒറ്റയ്ക്ക് ഫീൽ ആവർണമായിട്ട് ഒരു മരുഭൂമിയിൽ 40 ദിവസം നടന്നാലും അതൊരു ഉപവാസത്തിൻ്റെ ശക്തിയുടെ കാര്യം പറയണേ. അതിന് ഒറ്റയ്ക്കാവുന്ന പറഞ്ഞില്ല, ഒറ്റയ്ക്ക് ആവർണമായിട്ട് പറഞ്ഞത്. ഒറ്റയ്ക്കാണ് അവരും ഡ്രഗ് അടിച്ച് ധൈര്യമില്ലാത്തൊരു ക്ഷീണം തോന്നുന്നവരും, പേടി തോന്നുന്നവരും, വിഷമം തോന്നുന്നവരും, ആർട്ടിഫിഷ്യൽ മറവി വേണ്ടവരും കുടിച്ച് ഡ്രഗ് അടിച്ച് ബോധമില്ലാണ്ട് കിടക്കും. ആരെയും 5 പേര് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒന്നും പറയാനും അറിയില്ല, അവിടെ കിടക്കും. ഇതല്ല, ഒരു പുനരുദ്ധരിച്ച് കഴിഞ്ഞ് എത്ര സഹിക്കാൻ പറ്റും. ബാക്കിയുള്ളവർ ധൈര്യത്തെ ഒറ്റയ്ക്ക് ഫീൽ ചെയ്യണ ഒരു ഷിജീനും 5 അടി 6 ഇഞ്ചുള്ളവർ എന്താ ചെയ്യുക, പറപ്പിച്ച് ബോധമില്ലാണ്ട് ഡ്രഗ് അടിച്ച് ബെല്ലടിച്ച് കുടിച്ച് നടക്കുന്നവർ മുസ്ലിംസും ഇതിൻ്റെ വൃത്തികെട്ട ഷാറുഖ് ഖാൻ അഫ്താബും വൃത്തികെട്ട അനിയന്മാരും എന്താ ചെയ്യുക, വൃത്തികെട്ട മോന്തയുള്ള ഉറക്കത്തൂങ്ങികൾ, വിടർന്ന മോന്തമില്ലാത്തവർ, മാമുക്കോയകൾ, മൂന്നാമത് ജനിച്ചവർ, ശിഖണ്ഡികൾ, പെണ്ണുങ്ങളെ അബോർഷൻ ചെയ്യണവർ, സാധാരണ തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് മാത്രം ഇല്ലാണ്ട് സ്പിരിച്വലായിട്ട് തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് പങ്കുവയ്ക്കുക, സ്നേഹിക്കാണ്ട് വീട്ടിൽ മാറുക, അത് വേണ്ട. സ്ട്രെങ്ത്തിൽ പോയി കുഴപ്പമില്ല. കുറേ അബോർഷൻ ചെയ്യുക, പിൽസ് കഴിക്കുക, ശ്വാസം മുട്ടിച്ചാവുക, ഇതിലൊന്നും കാര്യമില്ല. അത് സ്ത്രീകൾ വരെ ചെകുത്താൻ പതിരാണെന്ന് അർത്ഥം. അവർക്കുണ്ടാകുന്ന ശിഖണ്ഡികൾ വരെ ശാപങ്ങളാണ്. അവരെ ആരച്ചിട്ട് കാര്യമില്ല. വൃത്തിഹീനമായ ശിഖണ്ഡികളെ അരച്ചിട്ട് ഡ്രഗ് അടിച്ച് ധൈര്യമില്ലാണ്ട് കുടിച്ച് ഡ്രഗ് അടിച്ച് നട്ട് എത്ര വിവരം പറഞ്ഞാലും ഞങ്ങൾ തെറ്റ്, ശിഖണ്ഡികളെ അരച്ച് ഡ്രഗ് അടിച്ച് ഒറ്റയ്ക്ക് ഫീൽ ചെയ്യും, ബിൽസ് അബോർഷൻ. അവർ ഡ്രഗ് അടിപ്പിക്കണവർക്ക് അവർക്ക് സ്വയം വിലയില്ല, തമ്മിൽ സ്വയം വിലയില്ലാണ്ട് ആയിരുന്നു കൂട്ടി ചത്തു കഴിഞ്ഞാൽ അവർ തമ്മിൽ അങ്ങോട്ട് ചിരിക്കും. വിലയില്ലാണ്ട് എന്തിനും നിങ്ങൾ ജനിക്കണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഏത് തന്തയ്ക്ക് തളകി ജനിച്ചതിന് അറിയില്ല. പേശുവയ്ക്ക് അങ്ങനെയല്ല. നിങ്ങൾ ഡ്രഗ് അടിച്ചാൽ അപ്പം അടിക്കൊണ്ട് അവിടെ വീഴും. സഹിച്ച് കയറി പുനരുദ്ധരിച്ച് കഴിഞ്ഞ് വന്ന് ഒരു സ്വന്തമായിട്ട് കാര്യം വരുന്ന വ്യത്യാസമുണ്ട്. അതുപോലെ ആ പടി വന്നതാണ്. മൂമനും ബിലീവറൊന്നും ഇവിടെ ഇല്ല. ഒരു ജീവനുള്ള ദൈവം എന്ന് പറഞ്ഞാൽ ആ പടി വന്നതാണ്. അതിൽ ശിഖണ്ഡികളും ഇല്ല, ഒന്നുമില്ല. ശിഖണ്ഡികൾ ശാപം ഒന്നും മോളെ സൃഷ്ടിക്കില്ല. അതാണ് യഹോവ എന്ന് പറയുന്നത്. യഹോവ എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നു, ഇവിടെ സ്വയംഭൂ, ഇവിടെ ഉണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? യഹോവ എന്ന് പറഞ്ഞാൽ എന്താ? ആണ് അള്ളാഹുള്ള മുസ്ലിമും ഹിന്ദുവും റോമൻ കാത്തലിക്കും അല്ലത്. യഹോവ ഈശോ എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നു. യഹോവയുടെ മീനിങ് എന്താ? യഹോവ ഇവിടെ ഉണ്ടായി, സ്വയംഭൂ, ഇവിടെയാണത്, ഇതാണ് എന്നാ എൻ്റെ അർത്ഥം. മനസ്സിലാവണ്ട? അതിൽ വേറെ മീനിങ് ഇല്ല. യഹോവ എന്ന് പറഞ്ഞാൽ യഹോ ഇവിടെ. അത് ഹിന്ദിക്കാരല്ല കുരിശിൽ കയറി മരിച്ചാണ് ശിഖണ്ഡികൾ ആരാധിക്കണവർ. യഹോവ എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നു, ഇവിടെ സ്വയംഭൂ, ഇവിടെയാണ് അതിൻ്റെ, ഇതാണ് ഇവിടെ, നല്ല അർത്ഥം. അതുകൊണ്ട് ശവത്തിനെ ആരാധിക്കണവരൊന്നും നിലനിൽക്കില്ല. ശിവനും ശിഖണ്ഡി വിഷ്ണുവും ശിഖണ്ഡി കൊയ്യപ്പനും ചിടുങ്ങളെയും മന്ദബുദ്ധികൾ ആരെയും ആരാധിക്കാൻ പോകും. തമ്മിൽ അരുന്ന് കൂട്ടി വാങ്ങിയിരുന്ന പേര് വിളിച്ച് സംസാരിക്കാൻ അറിയാത്തത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ധൈര്യമില്ല, നിങ്ങൾ തെറ്റുണ്ട്. തലയ്ക്ക് സുഖമില്ലാത്തവർ കുടിച്ച് ഡ്രഗ് നടക്കും. അപ്പം അതിൻ്റെ അർത്ഥം അങ്ങനെയാണ്. അപ്പം നിങ്ങൾ ശിഖണ്ഡികളെ അരച്ച് നടന്നാൽ അധികം നാളെ നിലനിൽക്കില്ല. പിന്നെ എന്താ പറഞ്ഞാൽ വൃത്തിഹീനമായ കാര്യങ്ങൾ നിങ്ങളും അതുപോലെ ചെയ്ത് ഹിജ്റകളെ ഒരു കുറ്റം പറഞ്ഞ് ഡ്രഗ് അടിച്ച് നടക്കും. അതുകൊണ്ട് ഒരു കാര്യമില്ല. നിങ്ങൾ ജീവിക്കാനുള്ള അർഹതയുള്ള കാര്യങ്ങൾ പറയണം. അത് ജീവിച്ച് കാണിക്കാൻ മാറാൻ നോക്കുക. അത് പറഞ്ഞാൽ എല്ലാവരും കേൾക്കുന്നുണ്ട്. ഓരോരുത്തർ വിളിച്ച് പറയേണ്ട സമയത്ത് തീർന്നു. അത് 2000 വർഷം മുമ്പ് എഴുതി വെച്ചത് നിങ്ങൾ വായിച്ചറിയാണ്ട് ഇപ്പോഴും വെടുത്തം പാതിരികളും ആവശ്യമില്ലാത്തത് നിന്ന് വിലയിലാണ് ചെയ്തുകൊണ്ടിരുന്ന ജീവനത്തെ വിഗ്രഹങ്ങളെ തലയ്ക്ക് സുഖമില്ലാത്തവരെ വീണ്ടും തലയ്ക്ക് സുഖമില്ലാത്തവരാക്കി ചികിത്സിക്കണവരോ തലയ്ക്ക് സുഖമില്ലാത്തവർ MDMA കഴിച്ച് നടന്നിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ തിരിച്ചറിയില്ല ആരെന്താ അവിടെ നിൽക്കണമെന്ന് കൂടെ അറിയില്ല. അപ്പോൾ ഈ വീണ്ടും എനിക്ക് പ്രൂവ് ചെയ്യേണ്ടതല്ലേ നിങ്ങൾ അവിടെ നിന്നാലും വീണ്ടും തിരിച്ചറിയണമല്ലോ. ഉള്ള കാര്യം അറിയണ പോലെ ആയിട്ടുണ്ട്. അത് എത്ര ഗ്യാതി 1000 എവിടെ ചെന്നാലും അതായത് ആർക്കാരും മനസ്സിലാവും. എൻ്റെ വീട്ടുകാർക്കെല്ലാം അറിയാം. നീ എവിടെ ചെന്നാലും ഏത് മുക്കിൽ എർത്തിൻ്റെ സ്പേസിൽ നിന്നാലും ടെററിസ്റ്റിൻ്റെ ഗ്യാങ്ങിൻ്റെ ഉള്ളിൽ അടിമയായിട്ട് നിന്നാലും അവർ വരെ നീ തിരിച്ചറിയുന്നു. അതെന്ന് വെച്ചാൽ തിരിച്ചറിയണവർ തിരിച്ചറിയപ്പെടും. അല്ലാണ്ട് ബാക്കിയുള്ളവർ പറഞ്ഞു നടക്കണമെന്നില്ല. എൻ്റെ യേശു കള്ളനെ പോലെ വരണമെന്ന് അങ്ങനെയാണ് നീ പറഞ്ഞതാണ്. മനസ്സിലാവും നിങ്ങൾക്ക്? നീ മരുഭൂമിയിൽ കടന്നാലും 40 ദിവസം കടന്നാലും എന്നെ തിരിച്ചറിയും. ആരായാലും തിരിച്ചറിയും. ഞാൻ ഒറ്റയ്ക്ക് എനിക്ക് നിലനിൽക്കാനും പറ്റും, സർവൈവ് ചെയ്യാനും പറ്റും. നീ അധികം എന്നെ ബോധത്തോടെ സംസാരിക്കണം, കളിക്കാൻ നിൽക്കരുത്. നിന്റെ ഷിജിനും മാമുക്കോയെന്ന് അങ്ങനെ ചെയ്തു. സുജിനും അവർക്ക് കൂടെ പറയിപ്പിക്കാൻ കുറേ പേര് വേണം. പെട്ടത്തലയന്മാർക്ക് അങ്ങനെ വേണം. വയസ്സന്മാർക്ക് അവരങ്ങനെ കോപ്പി ചെയ്ത് തന്നെ ഈ 80s വരെ നടക്കണ 5 അടി 6 ഇഞ്ചുള്ള ദിലീപും വൃത്തിയുടെ ഫേക്ക് ഇപ്പോൾ ശിഖണ്ഡിയിൽ ആരാധിക്കണവർക്കൊക്കെ പറയിപ്പിച്ച് പറയണവർ ഡ്രഗ് അടിച്ച് കൈയടിക്കണത് എന്തുകൊണ്ടാണ്? ആദിവാസികൾ അവരുടെ കുരുട്ട് മോന്തമുണ്ട്, ഓർക്ക് തൂങ്ങിയ മുഖം. വൃത്തിയുടെ ഷാറുഖ് ഖാൻ്റെ മോന്തമുണ്ട്. അവർ തന്തേനും തള്ളേനും കൊല്ലിച്ചിട്ട് ഏത് സമയത്തും കൊല്ലിച്ചിട്ട് ശിഖണ്ഡികൾ ആരാധിക്കാൻ പറഞ്ഞവർ, അവൻ്റെ ചേച്ചീനെ ഭ്രാന്തിയാക്കിയവർ, ഡ്രഗ് അടിച്ച പറഞ്ഞ മെറ്റിസ്റ്റിക്ക് വക്കീലായിട്ട് MDMA കഴിച്ചാൽ ബൈക്ക്, ഒരു ബ്രേപ്പ് കഴിഞ്ഞാൽ പോലീസുകാരൻ്റെ ബൈക്ക്, മറ്റേതായിട്ട് അഭിനയിക്കുക, ഡ്രഗ് അടിച്ച് കുറേ നാൾ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ ആര് പറയിപ്പിച്ച് അവർ അവിടെ വരെ നടക്കാറിയാൻ. ഇത് പറയിപ്പിക്കാണ്ട് ചെയ്യുന്നത് അത് തന്നെയാണ് ഏറ്റവും വലിയത്, സുപ്രീം എന്ന് പറയാൻ. അല്ലാണ്ട് നിന്റെ ബഹ്റമാണെന്ന് പറയാൻ. നിന്റെ പോലെ ശിഖണ്ഡികൾ ആരാധിക്കണത് അവിടെ ഇല്ല. ഞാൻ പറഞ്ഞത് കറക്റ്റ് അങ്ങനെ തന്നെയായിരിക്കും. അല്ലെങ്കിൽ വേറെ ആരും കോപ്പി ചെയ്യില്ല. നീ വേറെ വല്ല മാമുക്കോയിനും സ്വപ്നം കൊണ്ടിരുന്ന ഇവിടെ ഞാൻ ഒരു ഫേസിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ ജമ്മ, ഹർഷ അല്ലെ ഹാരിസ് എന്ന് പറയുമ്പോൾ അതിനൊക്കെ പ്രത്യേക മീനിങ്, അതനുസരിച്ച് കമ്മ്യൂണിറ്റി, അതനുസരിച്ച് ഫിലോസഫി, ആ രീതിയിൽ ഫേസ് പറയണത്. അതിന് ഹൈറ്റിൽ ഒരു പ്രത്യേക രീതി ഉണ്ട്. അതിന് ഒരു ഭരണ രീതി വ്യത്യാസമുണ്ട്. അതനുസരിച്ച് ചേഷ്ടകളെന്നല്ല ആരും പറയിപ്പിക്കാണ്ട് ചെയ്യണ ഒരു രീതിയും നടപ്പും ഒരു തരം എന്താ പറയുക ചെയ്യണ രീതിയൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ നീ വേറെ വെടികളെ സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന ഇവിടെ നടക്കില്ല. അത്
മനസ്സിലായി. അതുപോലെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം നീ കുറേ ഉറക്കത്തൂങ്ങികളും മുസ്ലിമും ഹിന്ദു റോമൻ കാത്തലിക്കും ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ല. അല്ലാണ്ട് നിന്റെ പോലത്തെ നോണയും വായക്കൂടെ നാവുകൊണ്ട് വളി വിട്ട വായും കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പറയാൻ അറിയില്ലെങ്കിൽ ഞാൻ പറയണം വേറെ ഒരാളെ സംസാരിച്ച് നിങ്ങൾക്ക് എന്താ മുഖം കണ്ടാൽ തിരിച്ചറിയില്ലെങ്കിൽ ചോദിച്ചാൽ അങ്ങനെ സംസാരിച്ചാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പറയാൻ അറിയില്ല. അതെന്താ നിങ്ങളുടെ മന്ദബുദ്ധി തന്തമാർക്കും തള്ളയ്ക്കും വായക്കൂടെ വളി വിട തെറ്റ് പറഞ്ഞിരിക്കാന്നല്ലാണ്ട് ശരിക്കുള്ള കാര്യം നിങ്ങളുടെ ചെടുങ്ങൾക്ക് വരെ MDMA കഴിപ്പിക്കേണ്ട രീതി, എത്ര മുതിർന്നാലും എത്ര 15 വയസ്സുണ്ടാക്കി കഴിപ്പിക്കേണ്ട രീതി തമ്മിലായിരുന്നു കുട്ടി വിലയില്ലാണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. എന്നെ ആരെങ്കിലും പഠിപ്പിച്ചിട്ടില്ല. അത് വൃത്തികേട് ശരി ആരും പറയിപ്പിച്ചിട്ടില്ല. വേറെ ശരിക്കുള്ള കാര്യം എങ്ങനെയാണ് കണ്ട് മനസ്സിലാക്കി ഒബ്സർവ് ചെയ്ത് അതുപോലെ ഞാൻ ഉന്തി തള്ളി 7-5 ഉന്തി തള്ളിവിട്ട് ഞാൻ തന്നെയായിരിക്കും. അതുകൊണ്ടാണ് ഓരോ സമയത്തും കണക്കിനനുസരിച്ച് ഓരോ വരുന്നത്. കോയിൻസിഡൻസ് അല്ല. 7-5 നിങ്ങളെ തള്ളി വെക്കണം തന്നെ ഞാൻ വരണ രീതി വ്യത്യാസമുണ്ട്. ഒരു സമയം കറക്റ്റ് പെർഫെക്റ്റ്നെസ് വ്യത്യാസമുണ്ട്. അവിടെ മാമുക്കോയല്ല വരുന്നത്. 5 അടി 6 ഇഞ്ചുള്ള മുസ്ലിംസും കോഴിക്കോടും വാണ്ടൂരും മലപ്പുറം ഒന്നും ഇവിടെ കണക്ഷൻ ഇല്ല. മനസ്സിലാവുണ്ട്. പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾ തന്നെ വരുന്നത്. പിന്നെ വേറെ കാര്യങ്ങൾ പറയാനുള്ളത് എന്താ ഞാൻ തുടക്കത്തിൽ പറഞ്ഞേ, ഞാൻ പറഞ്ഞു തലയ്ക്ക് സുഖമില്ലാത്തവരൊന്നും പറയില്ല എന്ന് പറഞ്ഞു. അതന്നെ തലയ്ക്ക് സുഖമില്ലാത്തവർ കുടിച്ചിറക്കട്ടെ MDMA കഴിച്ച് നടക്കാന്നല്ലാണ്ട് വേറെ ഒന്നും പറയില്ല. പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ മഡ്ഗൗൺ തൊട്ട് സാൻബേർഡ് എന്ന് പറയുമ്പോൾ മഠം ചാന്തൂറിൽ പിന്നെ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇപ്പോൾ ആരോടും ഇങ്ങനെ നിങ്ങളിപ്പോൾ ഉള്ളിൽ നോക്കി ഞങ്ങൾ ഉള്ള കാര്യം എല്ലാവർക്കും അറിയണ കാര്യമില്ല. എനിക്ക് അറിയണ കാര്യമായാലും ആർക്കും അറിയണ കാര്യമായാലും ഇല്ലാത്ത പോലെ ആക്കാൻ പറ്റില്ല. അത് ഓർത്തിരുന്നോ മനസ്സിലാച്ചോ എന്നുവെച്ചാൽ അങ്ങനത്തെ ഇതാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളാണ് എല്ലാവരും മനസ്സിലാക്കുന്നതും അതിൽ തന്നെയാണ് പറയിപ്പിച്ച് പറയുന്ന രീതി എനിക്കില്ല. അപ്പോൾ ഞാൻ ഇപ്പം ബാക്കിയുള്ള ഒരു അരിസ അങ്ങനത്തെ പറയണ അരിസ പറയുന്നത് അരിസി പറയണതിൽ അരുണ്ടാന്ന് പറയുന്നത് എന്താ ഹാപ്പി അതിനെ പറയാം. അത് ഇതെൻ്റെ ആസ്ഥാനം, ഇതെൻ്റെ ആസ്ഥാനം അത് മറക്കണ്ട എന്ന് പറയുന്നത്. ഇതെൻ്റെ ആസ്ഥാനം അത് മറക്കണ്ട എന്ന് പറയുന്നത്. ഇതെൻ്റെ ആസ്ഥാനം ഇതെന്നെ മറക്കണ്ട എന്ന് പറയുന്നത് ഒരു പ്രത്യേക രീതിയിലാണ് പറയുന്നത്. അല്ലെങ്കിൽ ഇതെൻ്റെ സംസ്ഥാനം ജാഗ്രത എന്ന് പറയുന്നതിന് വ്യത്യാസമുണ്ട്. അത് ഉള്ള കാര്യത്തെ പറയണത്. അല്ലാണ്ട് നിങ്ങൾ ജീവിക്കാനുള്ള അർഹത ഉള്ള കാര്യങ്ങൾ പറയുമ്പോൾ ചെകുത്താൻ വെട്ടികൾ പല രീതിയിൽ കുടിച്ച് ഡഗടിച്ച് നടന്നിട്ട് ചെകുത്താൻ വെട്ടികൾ അവർ എളിഞ്ഞ് വളഞ്ഞിരുന്ന് ഭക്ഷണം ഉണ്ടാക്കി വിപരീതം ചെയ്തും വളി പെട്ടെന്ന് നാവ് കൊണ്ട് നടക്കും. അതും കൊണ്ട് നടന്നാൽ നിങ്ങളായിരുന്നു കുട്ടി അങ്ങനെ ചെയ്യും. അപ്പം മാറാൻ പഠിക്കുക. എൻ്റെ സിയറിഫ് ആരെയും പറഞ്ഞാൽ അവർ പറയും ഞാൻ ഇവിടെ നിന്നാലും മരുഭൂമിയിൽ ഏത് നിന്നാലും ഏത് ടെററിസ്റ്റുകാരായിട്ട് കിഡ്നപ്പ് ചെയ്ത് 2-3 മാസം കൊണ്ടുപോയാലും അവിടെ നിലനിൽക്കും വരും കെൻസ എല്ലാവർക്കും അറിയണത് അവിടെ തന്നെ നിലനിൽക്കും. സ്വയംഭൂ എന്ന് പറയില്ലേ, സ്വയംഭൂ എന്ന് പറയുന്ന പീസ് അതിൽ വേറെ മായൊന്നും ചേർക്കില്ല. മീൻസ് മായം ചേർക്കണവരുണ്ടോ പല ബൂസ് അടിച്ച് അത് ഫേക്കും വിശ്വസിച്ച് നടന്നിട്ട് കാര്യമില്ല. അതുപോലെ കോപ്പി ചെയ്യണത് സ്ട്രെങ്ത് ആയിട്ടുള്ളവരെയാണ്. പിന്നെ ഹാരി പോട്ടർ എന്ന് പറഞ്ഞ സിനിമ എനിക്ക് ഇഷ്ടമല്ല. അങ്ങനത്തെ കണ്ടിന്യൂറ്റി എപ്പിസോഡ് ഇഷ്ടമല്ല. അതിൻ്റെ ഇൻട്രൊഡക്ഷൻ മാത്രമേ കാണുന്നതുകൊണ്ട് അന്ന് 2001 ഹി വിൽ ബി റെഡി വെൻ ഹി വിൽ ബി എന്ന് പറയുമ്പോൾ അതെന്ന് വെച്ചാൽ വിൽ ബി ഫേമസ് നെയിംസ് ഫാമിലി എന്ന് പറയും. 2000 കഴിഞ്ഞിട്ട് 11 വയസ്സ് ചെയ്യാൻ പറ്റത് 15 വയസ്സിൽ ഓർക്കണം ചെയ്യായിരുന്നു. അപ്പോൾ അത് ആ ഒരു സമയം വരുമ്പോൾ ഇറ്റ് വിൽ ഹാപ്പൻ വെൻ ഈസ് റെഡി എന്ന് പറയുമ്പോൾ ആ രീതിയിൽ വരുമ്പോൾ ആ ഇൻട്രൊഡക്ഷൻ ബുക്ക് ലൈബ്രറിയും ബാങ്കിൽ 2001 കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വായിക്കുമ്പോഴാണ് സിനിമ കാണിക്കാൻ മനപ്പുറം കൊണ്ടുപോകാത്തതാണ് അന്ന് 2001 ഏത് ഇതാണെങ്കിലും. അപ്പോൾ അന്ന് എനിക്ക് ആ ബുക്ക് വായിച്ചതിൻ്റെ തന്നെ ഡയലോഗൊക്കെ നല്ല ഓർമ്മയുണ്ട്. അത് പഴയ ടൈപ്പ് ബുക്കാണ്. പണ്ട് ഇങ്ങനെ എന്താ പറയുക അതിലിങ്ങനെ ഒരു ബുക്കില്ല ബാങ്ക് ലൈബ്രറിയിൽ ഈ തൃശ്ശൂർ ധർമ്മോദയം ബിൽഡിംഗ് എവിടെയോ അതോ കുരിയച്ചർ എവിടെയോ അവിടെയുള്ള ഇതാണ്. അപ്പോൾ അവിടെ തുടക്കം ഞാൻ അധികം ആദ്യത്തെ 10 പേജ് ഞാൻ വായിച്ചിട്ടുള്ളൂ ഹാരി പോട്ടറിൻ്റെ ഫസ്റ്റ് ബുക്ക് മാത്രമാണ്. ബാക്കിയൊന്നും സിനിമ എനിക്ക് കാണുന്നത് ഇഷ്ടമല്ല. എനിക്ക് വെറുപ്പാണ് ഹാരി പോട്ടർ സിനിമ എനിക്ക് ഇഷ്ടമല്ല. അപ്പം ആ സിനിമ ആ ബുക്ക് മാത്രം ആ ഡയലോഗും അതിനുള്ള കാര്യങ്ങളും എപ്പോൾ 91 തൊട്ട് എഴുതാണ് ഏതാണ് അത് മനസ്സിലാക്കി ഇങ്ങനെ മനസ്സിലാക്കില്ല എന്താ ഇവിടെ എന്താന്ന് മനസ്സിലാക്കുമ്പോഴാണ്. അപ്പോൾ വൈ ഡോണ്ട് യു ഡു ഇറ്റ് എന്ന് പറയുന്നത് ഒരു മ്യൂസിക് 1977 ഇറങ്ങിയിരുന്നു. ഈ മാഴ്സിയ ബാരറ്റിൻ്റെ ബോണിയം മെയ്സി വില്യംസിൻ്റെയും ഇവരുടെയും ലിസ് മിച്ചലിൻ്റെ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് മേരീസ് ബോയ് ചൈൽഡും ഹാർട്ട് ഹെറാൾഡ് ഏഞ്ചൽസ് 1978 ഇറങ്ങണത്. അപ്പോൾ അത് ചെയ്യേണ്ട സമയത്ത് ചെയ്യുള്ളൂ. അല്ലാണ്ട് ചൈൽഡ്ഹുഡിൽ അങ്ങനെ മിറാക്കൾ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പം ചെയ്ത് നിങ്ങൾ അത് വിളിച്ച് ക്ഷണിച്ചിട്ട് തന്നെ ചെയ്യുള്ളൂ. അല്ല ഞാൻ ചെയ്തേക്കാന്ന് പറഞ്ഞാൽ ആരും വരില്ല. ഞാൻ ചെയ്യുന്നത് അങ്ങനെയാണ്, ആരും പറയിപ്പിക്കണല്ലേ. ശരി ഇപ്പോൾ അത് അന്ന് വിളിച്ച് ആവശ്യപ്പെട്ട് ഇങ്ങോട്ട് എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. അത് ആർട്ടിഫിഷ്യാലിറ്റി ആണെങ്കിലും ഫേക്ക് സിറ്റുവേഷൻ ആണെങ്കിലും എന്തെങ്കിലും ആയിക്കോട്ടെ, കറക്റ്റ് ആണെങ്കിൽ ഏതാണെങ്കിലും ആയിക്കോട്ടെ, എല്ലാവരും അത് ഗൗനിക്കണം എന്നില്ല. പിന്നെ
അത് ഒരു സമയത്ത് ഓരോതനുസരിച്ച് ഇങ്ങനെ മാജിക് എന്നല്ല പറയണത്, അത് ഒരു സമയത്തിനനുസരിച്ച് വരണം. അപ്പോൾ നിങ്ങൾക്ക് വിഡിത്തത്തിൽ നിന്ന് മാറി സാധാ രീതിയിൽ സംസാരിക്കുക, അല്ലാണ്ട് ഇതാണോ? അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ളത് കമ്പുള്ള തുറന്നു നോക്കുള്ളത് ഞാൻ വന്നുള്ളൂ. അപ്പോൾ തുറന്ന് എല്ലാം ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല, ഡിസ്കണക്ട് ചെയ്തത് മനസ്സിലാവും. പക്ഷെ അത് എൻ്റെ കയ്യിലായിരുന്നാൽ കുഴപ്പമില്ല, കഴിയുന്നു എല്ലാം പ്രൂഫായിട്ട് ഇരിക്കും. അപ്പോൾ കോസ്മിക് ക്രിസ്ത്യൻ കോസ്മിക് വിഷൻ ഒക്കെ പോകും. അത് കഴിഞ്ഞിട്ട് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ശിഖണ്ഡികൾ അയച്ച് നടക്കുന്നതും MDMA ഹിന്ദുവായിട്ട് ഞാൻ ജനിച്ചതല്ല. അപ്പോൾ അതുകൊണ്ട് വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യണ വിഡിത്തം മാറ്റിയിട്ട് ജീവിക്കാനുള്ള അർഹതയുള്ള കാര്യങ്ങൾ പറയണം. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ ചെയ്യും. പിന്നെ നിങ്ങൾ വായന്ന് നാവിന്ന് വളി വിട്ടുകൊണ്ട് ആരും പറയിപ്പിച്ച് പറയുക അത് നിങ്ങൾ തെറ്റാണ്. ശരിയാണെങ്കിൽ നിങ്ങൾ ആയിരുന്നു തൊട്ടി വാങ്ങും. ഞാൻ പറയില്ല തെറ്റാണെന്ന് പറയില്ല. ശരിയുള്ളത് സ്ട്രെങ്തായിട്ട് ചെയ്തു, ഓക്കെ. വിപരീതം ചെയ്യാണ്ട് വൃത്തിഹീനമായ ശിഖണ്ഡികൾ ആരാധിക്കാണ്ട്. അപ്പോൾ സ്ട്രെങ്ത്തുള്ള വചനങ്ങളും പറയിപ്പിക്കാണ്ട് വരുന്നതാണ് നാവിന്ന് വരേണ്ടത്. അല്ലാണ്ട് ആക്ടിങ്ങും ഫേക്കും ആർക്കും വേണ്ടാത്ത കാര്യങ്ങളും വെഡ്ഡികൾക്ക് വേണ്ടതുള്ള കാര്യങ്ങളും പൊലിഞ്ഞു പോണത് തമ്മിൽ വില കൽപ്പിക്കാണ്ട് പറയിപ്പിച്ച് പറയുന്നത്. ചെറിയ കുഞ്ഞുങ്ങളാണ് അവിടെ നടക്കാൻ പറയിപ്പിക്കുന്നത്. അല്ല, MDMA കഴിച്ച് ബോധനായിട്ട് കിടക്കണ പോലെയല്ല, ബോധത്തോടെ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ സ്വയംഭൂ എന്ന് പറയുന്ന വ്യത്യാസമുണ്ട്. ഇവിടെ ഉണ്ടായി, ഇവിടുത്തെ കാര്യം, ഇവിടെ എന്ന് പറയണത് മാനുവൽ യഹാ വാ എന്ന് പറയുന്നത് വ്യത്യാസമുണ്ട്. ആളുകളെയും മുസ്ലിമും ഹിന്ദുവും റോമൻ കാത്തലിക്കും വിപരീതം ചെയ്യണവരല്ല ഇവിടെ വരുന്നത്. അപ്പോൾ ആ രീതിക്കാണ് പോണത്. വിവരമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ വിവരം മനസ്സിലാക്കിയിട്ട് അത് വിപരീതം അല്ലാതെ മനസ്സിലാക്കിയിട്ട് മാറാൻ ശ്രമിക്കുക. അല്ലാണ്ട് ഞങ്ങളുടെ തെറ്റിൽ തന്നെ ഞങ്ങൾ മുറുകെ പിടിക്കൂ, ഞങ്ങൾക്ക് അരുന്ന് കൊട്ടി വാങ്ങി സ്വന്തം തമ്മിൽ വില കൽപ്പിക്കാണ്ട് അരുന്ന് കൊട്ടി ചാവുന്നത് ഇഷ്ടം. 10 വർഷം ജീവിക്കണ കുരങ്ങനാണ് നമ്മളുണ്ടായത്. ഏഷ്യൻ പരിഭവം അങ്ങനെയാണ് വന്നത്. ശിഖണ്ഡികൾ ആയിരിക്കുന്നതാണ് ശരിയാണ്. ശാപമായ ശിഖണ്ഡികളെയും ചെടുങ്ങളും മന്ദബുദ്ധികളെയും വിവരമില്ലാത്ത മൃഗങ്ങളെയും ആരാധിക്കുന്നതാണ്. തേജസ്സൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ 300-200 വർഷം ജീവിക്കുന്നത്. അതൊക്കെ മാറി ആയുസ് കുറഞ്ഞതാണ് മൃഗങ്ങളെ ആക്രമിക്കാൻ തുടങ്ങിയത്. അപ്പോൾ കുരങ്ങൻ 10 വർഷം ഉണ്ടായ കുരങ്ങെന്നല്ല ഉണ്ടായിക്കളെ. അപ്പോൾ അത് അതേപോലെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ മക്കളുണ്ടാക്കുന്ന രീതിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞ് കുടിച്ചുണ്ടാക്കുന്ന സ്റ്റേഷനും പരിഭവം കൊണ്ട് ഓരോന്ന് വഴുക്കും വക്കാണ് സ്ത്രീയൊക്കെ വന്നപ്പോഴാണ് ശിഖണ്ഡികളൊക്കെ ജനിച്ചു തുടങ്ങിയത്, ശാപങ്ങൾ ജനിച്ചു തുടങ്ങിയത്. അതിനൊന്നും ആരാധിക്കാൻ പോകേണ്ടത് എല്ലാവരും ഒന്ന് മുഖം സൃഷ്ടിച്ചത്. അപ്പം ശരിക്കുള്ള കാര്യം പറയുമ്പോൾ നിങ്ങളെ വായന്ന് വളി വിട്ട പോലെ നാവ് വരുമ്പോഴാണ് തെറ്റാവുന്നത്. നിങ്ങൾ അരുന്നൂട്ടി വാങ്ങുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ അരുന്നൂട്ടി വാങ്ങാൻ സ്ട്രെങ്ത് ആയിട്ട് നടന്നേനെ. അപ്പോൾ സമയത്തിന് അരുന്നൂട്ടി വാങ്ങുന്നത് കുഴപ്പമില്ല, അത് വേറെ എവിടെയും നടന്നോളൂ. പക്ഷെ തെറ്റിൽ വായുകൊണ്ട് നാവുകൊണ്ട് വളി വിട്ട് പറപ്പിച്ച് പറഞ്ഞ് അരുന്നൂട്ടി വാങ്ങി കഴിഞ്ഞാൽ പറയിപ്പിച്ച് പറഞ്ഞ് സൈസിന് വിശ്വസിച്ചിട്ടുണ്ട്. നാച്ചുറലിനൊക്കെ നാച്ചുറലിലുള്ള കാര്യങ്ങൾ മറന്നിട്ട് മായം ചേർക്കാതെ വന്നത് മറന്നിട്ട് വേറെ വല്ല വെഡ്ഡികളെ സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന എല്ലാം കൂടി പൊരിയും. ഹിന്ദി കുട്ടികളെയും പറഞ്ഞുകൊണ്ടിരുന്ന ഹിന്ദി കുട്ടികളത് പറയില്ല. ഹിന്ദി കുട്ടികളെ ആരും കോപ്പി ചെയ്യാനും പോകണല്ലേ. പിന്നെ എന്താ പറഞ്ഞാൽ സ്ട്രെങ്ത് ആയിട്ട് നടക്കാൻ പറയും. അപ്പം അങ്ങനെ നിങ്ങളുടെ നാവ് പറയുന്നത് തെറ്റാണ്. അതാണ് തെറ്റാണ്. നിങ്ങൾക്ക് അടുത്തൊന്നും ബെല്ലടിക്കാത്ത തോണ്ടി ഹരീസ എന്ന് പറഞ്ഞ് സംസാരിക്കാൻ പറ്റാത്തതും ഉള്ള ആരും ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റാത്തതും ആരെ കുറിച്ച് പറയാൻ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയില്ല എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ഷിജീനും മാമുക്കോയനും പറഞ്ഞിരിക്കുന്നത്. അത് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനത്തെ വാക്കുകളായി പറഞ്ഞാൽ ആരും വന്നിട്ടില്ല. ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ പറയാൻ അറിയില്ല. മോഹൻലാലും മാമുക്കോയും കൊടകമ്പിയും ബാക്കിയുള്ളവരും പറഞ്ഞു അവർക്ക് 5 അടി 6 ഇഞ്ചും 5 അടി 2 ഇഞ്ചും പലരും എവിടെയോ കിടന്നവരാണ്. ഇവിടെ ചടഞ്ഞു കൂടിയിരുന്നവർ. അവർ ശരിക്കും അറിയുമെങ്കിലും നിങ്ങളുള്ള ചെറിയ സാധാരണവർക്ക് അറിയാത്ത രീതിയിലാക്കി കഴിഞ്ഞാൽ അറിയണവരെല്ലാവരും അറിയും. അറിഞ്ഞിടത്തോളം പറഞ്ഞു. നീ ഷിജിനിയും ബാക്കി 1947 തൊട്ട് 1987 വരെയുള്ള വയസ്സന്മാരും പറഞ്ഞുകൊണ്ടിരുന്ന അവർ ഒരു 5 അടി 6 ഇഞ്ചുള്ള ആരും കോപ്പി ചെയ്തിട്ടില്ലേ. വിടർന്ന ജമ്മ അല്ലെങ്കിൽ അങ്ങനെ വിടർന്ന ഒരു ഹർഷ ഫേസ് അല്ലെങ്കിൽ ഹാരിസ് എന്നൊക്കെ പറയേണ്ട ആ രീതിയിൽ വന്നിട്ടുണ്ട്. അല്ലാണ്ട് നിന്റെ പോലത്തെ ക്രിസ്ത്യാനിറ്റി ഒരു ബന്ധമില്ലാത്ത 5 അടി 6 ഇഞ്ച് ഉറക്കം തൂങ്ങിയ മോന്തല്ല അത്. സന്തോഷം ഉറക്കം തൂങ്ങിയ മോന്ത എന്താ പറയുക, വീട്ടിലൊക്കെ എങ്ങനെയിരിക്കും. അതിപ്പോൾ എന്താ പറയുക, ഓട്ടോ ജോർജ് ചാക്കോ അവരൊക്കെ ഒരു പരീക്ഷ പോട്ട് ഇംഗ്ലീഷ് മാത്സ് എക്സാം പോട്ട് ഡ്രഗ് അടിച്ച് കൂടി കുട്ടിയും കഴിച്ച് കുറേ വർഷങ്ങൾ തുറന്നുണ്ടോ. എന്നിട്ട് വളഞ്ഞ വാക്കുകൾ വന്നിട്ട് വൃത്തി ഷിജിൻ്റെ പോലെ 5 അടി 6 ഇഞ്ചായിട്ട് നോണയും 5-10 അടി ഇഞ്ച് എഴുതി വെച്ചിട്ട് കുറേ പേരെ വെഡ്ഡികളാക്കും. എന്നിട്ട് 5 അടി ഇങ്ങനെ വളഞ്ഞ ബോധമില്ലാത്തവർ പറഞ്ഞു കൊടുത്താൽ അവിടെ പറയാറിയുള്ളൂ. അങ്ങനെ പറയിപ്പിച്ച് പറഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? വെഡ്ഡികൾ തലയ്ക്ക് സുഖമില്ലാത്തവർ കൈയടിക്കാന്നല്ലാണ്ട് വേറെ എന്തെങ്കിലും ഉണ്ടാവാൻ ഇതുണ്ട്? ആര് പറയിപ്പിച്ചു? ഞാൻ പറഞ്ഞു. ആര് പറയിപ്പിച്ചിട്ട്? ആർക്ക് വേണം വരെ? അതാണ് തലയ്ക്ക് വിവരമില്ലാത്ത വിഡിത്തം പറയരുത്. ഡ്രഗ് അഡിക്ട്സ് പറയിപ്പിച്ച് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ജീവിച്ചതായിട്ട് വലിയ ബന്ധമില്ല. സ്വന്തമായിട്ട് ജീവിച്ച് സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ പറയും. മനസ്സിലായോ? സ്വന്തം കോപ്പി ചെയ്യാൻ ധൈര്യമുള്ളവർ കോപ്പി ചെയ്യാൻ. അല്ലാണ്ട് ഒരു ബന്ധമില്ലാത്ത ഏതോ മുസ്ലിം ഏതോ ഹിന്ദു റോമൻ കാത്തലിക്ക് വിപരീതം ചെയ്യണവരും വൃത്തിഹീനമായ ശിഖണ്ഡികളെ ആരാധിക്കണവരും ഡ്രഗ് അടിച്ച് നടക്കണവരും തലയ്ക്ക് സുഖമില്ലാത്തവരും പറഞ്ഞുകൊണ്ടിരുന്ന
എന്നിട്ട് സാധാ രീതിയിൽ വെടിത്തം മാറി സംസാരിക്കാണ്ട് വേറെ വെടിത്തം പറഞ്ഞുകൊണ്ട് ഇത്ര നാൾ ഇവിടെ ഉണ്ട് ഇന്നലെ ഞാൻ വന്നില്ല പറഞ്ഞുകൊണ്ട് എല്ലാ ക്യാമറ കണക്ഷൻ സർക്കിളില്ല എല്ലാം ഇതിന് വേണ്ടി വരുന്നത് എനിക്ക് എവിടെയും ശബ്ദം ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല ഇല്ല. അപ്പോൾ അത് എല്ലാ കണക്ഷൻ എൻ്റെ കയ്യിലിരിക്കും, പ്രൂഫല്ല. അപ്പോൾ ക്രിസ്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പോയി നിങ്ങൾ ശിഖണ്ഡിലായിരിക്കണം ഹിന്ദു മുസ്ലിമും നിൻ്റെ ഹിന്ദു ആയിട്ട് MDMA കഴിച്ച് ജനിച്ചത് നീ മനസ്സിൽ ഏതോ ബിൽഡിങ്ങിനെ സ്വപ്നം കണ്ടിരുന്നത് അത് നിങ്ങൾ പല രീതിയായിരുന്നു കൂട്ടി വാങ്ങും. എന്തുകൊണ്ട് നിങ്ങളുടെ നാവിൽ നിന്ന് വളി വിട്ട പോലെ നാവാക്കിയിട്ട് വളിവിട്ട മോന്തിയും കൊണ്ട് മക്കളെയും കൊണ്ട് വളിവിട്ട പോലെ MDMA കഴിപ്പിച്ചിട്ട് കുറേ നാൾ കഴിഞ്ഞിട്ട് ഡ്രഗ് അടുപ്പിച്ചിട്ട് കുറേ നാൾ ആയിരുന്നു കൂട്ടി വാങ്ങുന്നത്. എന്തുകൊണ്ട് പാരലൈസിസ് സ്വയം പേടിച്ചാൽ ആത്മഹത്യം നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത്? അല്ലെങ്കിൽ ശരിക്കുള്ള കാര്യം പറയണം, എനിക്ക് പറയേണ്ട ആവശ്യം നിങ്ങൾ തെറ്റ പറയേണ്ടായിരുന്നു. നിങ്ങൾ ശരിക്കും ആയിരുന്നു കൂട്ടി വാങ്ങുന്നതും തെറ്റാണ് നിങ്ങളുടെ. അല്ലെങ്കിൽ സ്ട്രെങ്ത് ഉള്ള വാക്കുകൾ പറഞ്ഞ് വിപരീതം ചെയ്യാണ്ട് ശരിക്കും നടന്നേനെ. നിങ്ങൾ മൊത്തം ഞങ്ങൾ എത്ര കറക്റ്റ് ബൈബിൾ അതൊന്നും വായിക്കാണ്ട് വിപരീതത്തിന് മുറുക്കെ പിടിച്ച് ആയിരുന്നു കൂട്ടി വാങ്ങുമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ശരിയാവും. അപ്പോൾ അത് മാറ്റ്. അപ്പോൾ ധൈര്യമില്ലാത്തവർ പരീക്ഷയിൽ പൊട്ടി പിടുത്തം വിശ്വസിച്ചു കുറേ ഡ്രഗ് അടിച്ച് നടന്നു, ചിന്താഭാരം, ചിന്തിക്കാൻ ശേഷിയില്ലാത്തവർ, വിഷമം വരണവർ, ഒറ്റയ്ക്ക് ഫീൽ ചെയ്യണവർ, ഒറ്റയ്ക്ക് ഫീൽ ചെയ്ത ബോറടിക്കണവർ, വൃത്തികേട് ചെയ്യാൻ തിടുക്കം കാണിക്കണവർ, നാവിന്ന് വളി വിടാൻ നിൽക്കണവർ, പറയിപ്പിച്ച് മാത്രം പറയണവർ, ബോധം കെട്ട് നടക്കണവർ, ബോധമില്ലാണ്ട് ഒരു ചതിയും പതിയും ഡ്രഗ് അടിപ്പിച്ച് നടന്നിട്ട് അങ്ങോട്ട് കൊല്ലിക്കണവർ ധൈര്യമില്ലാത്തവരാണെന്നറിയാം. അവർ ധൈര്യമില്ലാത്തവരാണ് തമ്മിൽ കൊല്ലിച്ച് ആത്മഹത്യ ചെയ്യണത്. അവരെ പ്രോത്സാഹിപ്പിച്ച് നടക്കണവർ, സ്വയം വെടിച്ച് ചാവണവർ, ശരിക്കുള്ളതിനെ മാറ്റി വെച്ചിട്ട് സ്വയം പീഡിപ്പിച്ചിട്ട് സ്വയം ആത്മഹത്യ ചെയ്യണവർ. പിന്നെ ശരിക്കുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ മാറാൻ പഠിക്കുക. അവിടെ തെറ്റന്നെ മുറുകെ പിടിച്ചിരുന്നിട്ട് കാര്യമില്ല. പിന്നെ എന്താ പറയുക, ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. പിന്നെ അങ്ങനത്തെ പിന്നെ ഡ്രഗ് അടിച്ച് ചിന്തഭാരം, ക്ഷീണം, പാവം തോന്നണവർ, സ്വയം വിലയില്ലാണ്ട് തോന്നണവർ, സ്വയം പേടി തോന്നണവർ, ധൈര്യം ഇല്ലാത്തവർ, ചിന്തഭാരം തോന്നണവർ, ഇവരൊക്കെ ഡ്രഗ് അടിച്ചിട്ട് നടക്കും. ബോധമില്ലാണ്ട് ചെയ്യണത് ഒരു കാര്യമില്ല. അപ്പോൾ ബോധത്തോടെ ചെയ്യണവരായിട്ട് തട്ടിച്ച് കളിക്കാൻ നിൽക്കരുത്. പിന്നെ എന്തായാലും പറഞ്ഞാൽ ചോദിച്ചു അവിടെ ചെന്ന് പറഞ്ഞാൽ ആരെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല, അതിനെക്കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് ബോധമില്ല, നിങ്ങൾക്ക് ആരെ കുറിച്ച് പറഞ്ഞാൽ അറിയില്ലെങ്കിൽ നിങ്ങൾ തലയ്ക്ക് സുഖയില്ല. അതിനുള്ള ശിഖണ്ഡി വൃത്തിഹീനമായ ശിഖണ്ഡികൾ ആരാധിക്കണല്ലേ. കുറേ പേര് അങ്ങനെ ചികിത്സിക്കണം, പലരും നടക്കുന്നുണ്ട്. അതിന് ഡ്രഗ് അടിച്ച് MDMA കഴിച്ചാൽ പെടുത്തല്ല അപ്പോൾ പെടുത്തുന്നത് ഓക്കെ, മൂട്ടിൽ നിന്ന് പെടുത്തും. പക്ഷെ വായക്കോടെ പെടുത്തിക്കൊണ്ടിരുന്ന വായക്കോടെ വളി വിട്ടുകൊണ്ടിരുന്ന എന്താ കാര്യം? പറപ്പിച്ച് നാണം കെട്ട ആർക്കും വേണ്ടി ജനിച്ചു, എന്തിനു വേണ്ടി ജനിച്ചാവോ? നിരങ്ങി നീങ്ങി തമ്മിൽ വിലയില്ലാണ്ട് കൊല്ലിച്ചാൽ അവർക്ക് അങ്ങോട്ട് വിലയില്ല, സ്വയം വിലയില്ല, ഇല്ലാണ്ടായി. അപ്പോൾ അത് കാര്യമില്ല. അപ്പം നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടല്ലേ, അപ്പം നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ അതിന് വേണ്ടിയായിരുന്നു അത്. അല്ല MDMA ശബ്ദങ്ങളും അങ്ങനത്തെ MDMA എനിക്ക് കേൾക്കേണ്ട കാര്യമില്ല, അവർ ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. എന്തെങ്കിലും പരീക്ഷയിൽ തോറ്റാൻ ഡ്രഗ്സ് നടക്കണല്ലേ. അപ്പോൾ ഞാൻ നിങ്ങളുടെ പോലെയല്ല, നീ മഞ്ഞാണ്, ഞാൻ അതുപോലെ മഞ്ഞാണെന്നില്ല. അത് പുതിയത് നീ MDMA ആണ്, ഞാൻ MDMA ആണെന്നില്ല. ഡ്രഗും കുട്ടിയും കഴിച്ച് നടക്കണ്ട. നീ വേറെ വീട്ടിൽ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അത് ഞാനല്ല. അപ്പം നീ കുറേ കാര്യങ്ങളുണ്ട്. നീ പല നീ കണ്ണ് പിരിയളകി പലയിടത്ത് നടക്കുമ്പോൾ നീ വേറെ രീതിയിൽ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കുള്ള കാര്യം അറിയാം. വീണ്ടും ആ വീട്ടിൽ തന്നെ ആയിരുന്നോട്ടി വാങ്ങിയ തിരിച്ച് പ്രതീക്ഷിക്കാണ് സ്നേഹിക്കുന്നതും തിരിച്ച് പ്രതീക്ഷിക്കാൻ പങ്കുവയ്ക്കുന്നതും മാമക്കോയനൊക്കെ പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ അതല്ല സ്പിരിച്വൽ ബ്രൈഡ്. അത് ഒരു രീതിയിൽ വരണത് സ്നേഹിക്കാം, പങ്കുവയ്ക്കാം. അതിൽ ശോഷിച്ച വാക്കുകൾ പറഞ്ഞ് മുഞ്ഞ പറഞ്ഞിരിക്കണ്ട ഇല്ല. എക്സ്റ്റേണലോ എന്ന് പറയുന്നത് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് 10 വർഷം ജീവിച്ച കുരങ്ങെന്നല്ല ഏഷ്യൻ പരിഭവം കൊണ്ട് മനുഷ്യരുണ്ടായത്. അപ്പോൾ വിഡിത്തം വിശ്വസിച്ചാൽ വിഡിത്തം മരുന്ന് കൂട്ടി വാങ്ങും. തെറ്റ് വിതറിയാൽ തെറ്റ് കൊയ്യും. വായക്കോടെ വളി വിട്ട നാവ് കൊണ്ട് കഴിഞ്ഞാൽ വളി വിട്ട മോന്തയും കൊണ്ടും സ്വന്തം മക്കളും മുതിർന്ന അവരും MDMA കഴിക്കും. തമ്മിൽ കൊല്ലിച്ച് വിലയില്ലാണ്ട് ഇരിക്കും. വീട്ടിൽ ഡ്രഗ് അടിച്ച് നടക്കണവർ ആയിരുന്നു കൂട്ടി വാങ്ങും. വായിന്ന് വരുന്ന വിലയുള്ള സംസാരമാണെങ്കിൽ ശരിക്കുള്ള തികവുള്ള സംസാരമാണെങ്കിൽ ഉള്ള കാര്യം മെറ്റീരിയലിസ്റ്റിക് ആയിരുന്നു കൂട്ടി വാങ്ങാനല്ലാണ്ട് കുറേ നാൾ നിലനിൽക്കും. അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കാം എന്താണ്. അല്ലെങ്കിൽ ഞങ്ങൾ ആയിരുന്നു കൂട്ടി വാങ്ങുന്നത് എന്താ? വായിക്കൂടെ വളി വിടുന്നതുകൊണ്ട്. അപ്പോൾ എനിക്ക് പറയും ഞാൻ അവർക്ക് കേൾക്കണം അതിന് വേണ്ടിയായിരുന്നു അത്. അപ്പോൾ ഞാൻ ഡ്രഗ്സ് നോക്കണം, എനിക്ക് കണക്ഷൻ തന്നത് എനിക്ക് ആവശ്യമില്ല, ഞാൻ ഇന്നലെ വന്നുള്ളത് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് അറിയാം 1 വർഷപ്പെടുന്ന തോണ്ടി സംസാരിക്കാൻ അറിയാത്തതുകൊണ്ട് നിങ്ങൾ തെറ്റുള്ളതുകൊണ്ടാണ്, അവിടെ ബെല്ലടിക്കാൻ പറ്റാത്ത നിങ്ങൾ തെറ്റുള്ളതുകൊണ്ടാണ്. എനിക്ക് ക്യാമറ കണക്ഷൻ ഉണ്ട്, നിങ്ങൾ ഡിസ്കണക്ട് ചെയ്യാൻ എന്ത് പറഞ്ഞാലും പ്രൂഫും കൊണ്ട് പ്രൂഫും കൊണ്ട് വന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവുക? നിങ്ങൾ അതുകൊണ്ട് വരും. ക്രിസ്ത്യാനിറ്റിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പോവും. പിന്നെ എനിക്ക് എൻ്റെ ഡിസ്കണക്ട് ചെയ്തോ, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല എന്ന് മനസ്സിലാക്കാൻ പറയുന്നത് എനിക്ക് ക്യാമറ കണക്ഷൻ്റെ അതിന് വേണ്ടിയാണ്. അപ്പോൾ എല്ലാ പ്രൂഫ് എൻ്റെ കയ്യിലിരിക്കും. ക്രിസ്ത്യൻ കോസ്മിഷൻ എല്ലാം പോകും. നിന്റെ ശിഖണ്ഡികൾ ആരാധിക്കണം. ധൈര്യം ഇല്ലാത്തതിൻ്റെ വൃത്തിഹീനമായ ശിഖണ്ഡികളുണ്ടല്ലോ ശാപത്തിന് ആരാധിക്കുന്നത്, നിന്റെ ധൈര്യമില്ലാത്ത മൃഗങ്ങൾ ആരാധിക്കുന്നത്. അപ്പോൾ അതെല്ലാം കൂടി ഡ്രഗ് അടിച്ച് തലയ്ക്ക് സുഖമില്ലാത്തവർ MDMA കഴിച്ച് നടക്കുന്നതാണെങ്കിൽ ഒരു ഹിന്ദു ശിഖണ്ഡികൾ ആരാധിക്കണവരാണെങ്കിൽ 12 വർഷം 40 വർഷം കുടിച്ച് ഡ്രഗ് അടിച്ച് പിൽസും സാധാ രീതിയിൽ തിരിച്ച് പ്രതീക്ഷിക്കാൻ സ്നേഹിക്കുക, പങ്കുവയ്ക്കുക, അങ്ങനത്തെ കുഴപ്പമില്ല. അബോർഷൻ ചെയ്ത് പിൽസും കഴിച്ച് ശ്വാസം പൊട്ടിച്ചാവണ പെണ്ണുങ്ങളും സ്ത്രീകളും വൃത്തികെട്ട ഹിജറകളും കുറ്റം പറയണം മുണ്ട ഷർട്ടിട്ട് അവരുടെ ഭാര്യമാരും ഭർത്താക്കന്മാരും എല്ലാം ഇത് 40 വർഷം പറയില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ബാ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം സ്വന്തമായിട്ട് ചെയ്യാൻ അറിയാണ്ട് പെടാന്നല്ലാണ്ട് അറിയില്ല. അവർ പെടും. ഞാൻ എന്ത് കാര്യം പറഞ്ഞാലും വെച്ചാൽ സ്വന്തം കാര്യം ചെയ്യാൻ അറിയാം. അത് അവിടെ പറഞ്ഞു അവിടെ തീർന്നു.
അതുകൊണ്ട് ഓരോരുത്തർ വിളിച്ച് ഈ വെഡ്ഡികളെ പറയണത് ചെയ്യാൻ സമയം തീർന്നു. അത് അന്നേ പറയേണ്ടത് മാറേണ്ടതായിരുന്നു. പക്ഷെ നിങ്ങൾ അത് തന്നെ വിപരീതം റിപ്പീറ്റ് ചെയ്തു. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഞാനൊന്നും ഡ്രഗ് അടിച്ച് കുടിച്ച് നടക്കാനും പോകണില്ല. പറഞ്ഞത് അവിടെ പറഞ്ഞു. എനിക്ക് സ്വന്തം കാര്യം എവിടെയാണ് എന്ത് ചെയ്യാൻ എനിക്കറിയാം. എവിടെ നിലനിൽക്കാനും സ്റ്റഡി ആയിട്ട് ചെയ്യാനും എവിടെ എന്ത് മനസ്സിലായ ചെരിവും ചെല്ലായിട്ട് ചെയ്യാൻ അറിയാം. അപ്പോൾ അത് അങ്ങനെ തന്നെ പോകണേ. അത് നീ പഠിപ്പിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നിൻ്റെ പോലത്തെ മഞ്ഞ ഞാനാവണമെന്ന് വിചാരിച്ചിട്ട് എൻ്റെ എന്നുള്ളത് കേട്ടിട്ട് ആ എല്ലാ ക്യാമറ എൻ്റെ കയ്യിലിരുന്ന് കഴിഞ്ഞാൽ പ്രൂഫും എല്ലാം വേറെ രീതിയിൽ ഇവിടെ വേറെ മാറി മറിഞ്ഞ് കുഴഞ്ഞ് മറിഞ്ഞ് വേറെ രീതിയിലോ ഫുട്ബോൾ കളിച്ചിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കില്ലേ ഇപ്പം തോന്നണല്ലേ? അതുപോലെ ആവും ചെറുപ്പത്തിലോട്ട് സർക്കംസിഷൻ ചെയ്തിട്ടുള്ളേ തോന്നണല്ലേ. 24 വയസ്സ് കഴിഞ്ഞിട്ട് പിന്നെ തോന്നുന്നത് വ്യത്യാസമുണ്ട്. ലെഫ്റ്റ് ഹാൻഡോട് ചെയ്യുന്നതോ താഴോട്ട് ചെയ്യുന്നത് പകരമല്ലാണ്ട്. അപ്പം നിൻ്റെ ശിഖണ്ഡിനെ ആരാധിക്കുന്നതും പിൽസും അബോർഷനും പ്രകടനം ഹിന്ദു ആയിട്ട് ജനിച്ചതാണെന്ന് വിചാരിച്ചു പലരും നീ കാണണ്ടോ? അതും വിചാരിച്ച് ഇവിടെ വന്നു കഴിഞ്ഞാൽ ക്രിസ്ത്യാനിറ്റിയുടെ അർത്ഥം നീ ശരിക്കും അറിയുകയും ചെയ്യും. മാറാണ്ട് അവിടെ കുത്തിയിരുന്ന് അയരത്ത് കൂട്ടി വാങ്ങുകയും ചെയ്യും. അത് മനസ്സിലാക്കാൻ പഠിക്കും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഹിന്ദിക്കാരും ഭോജ്പൂരി പാരൻസ് ഉണ്ടായി ഏതോ ഡ്രഗ് അടിച്ച് കുട്ടിക്കടിച്ച് നടക്കുന്നവർ ആരും വിഷ് ചെയ്യാനും പോകണില്ലേ, അവർ സ്പെഷ്യൽ ആരും കോപ്പി ചെയ്യാനും പോകണില്ലേ. മനസ്സിലായ? അങ്ങനെ ധൈര്യമില്ലാത്തവരെ അങ്ങനെ വേറെ വിഡ്ഢിത്തത്തിൽ കോപ്പി ചെയ്ത് ഇല്ലാണ്ടാക്കാന്നല്ലാണ്ട് വേറെ ഒന്നുമില്ല. അപ്പം നിങ്ങൾ ചെയ്യുന്നത് മഹാവിഡ്ഢിത്തരാണ്. ഒരു കാര്യം ഒരു ജീവിതം ലൈഫ് അനുസരിച്ച് പോകുന്നത് അങ്ങനെയാണെങ്കിൽ ആ രീതിയിൽ തന്നെ പോണത്. ഒരു സമയം അനുസരിച്ച് എങ്ങനെയാണ് വളരണേ, അവരുടെ മുഖം ഭാവം എങ്ങനെയാണ്, ആ സമയത്ത് ഏത് മുഖം എങ്ങനെ ഏത് രീതിയിലാണ് സോങ്സ് വരുന്നത്, എവിടേക്കാണ് പോകുന്നത്, അതിനുള്ള വേർഡ്സ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്, അങ്ങനത്തെ ലിറിക്സ് എങ്ങനെയാണ് വരണേ, അതനുസരിച്ചുള്ള എവിടെ 2012 ആണെങ്കിലും 2011 ആണെങ്കിലും അത് 2015 വരെ ആണെങ്കിലും ഏത് സമയമാണെങ്കിലും ഇപ്പോൾ കണക്കനുസരിച്ച് വർഷം സമയം വരുന്നതും ലൂപ്പ് ഹോൾ 2008 ആണെങ്കിൽ 88 ആൻഡ് 2000 കഴിഞ്ഞിട്ടുള്ള വർഷം 1 2 3 ഇപ്പോൾ 26 ഇയേഴ്സ് കഴിഞ്ഞുണ്ട്. അപ്പോൾ അതിൽ ഹിന്ദി കുട്ടികളെ ആരും കോപ്പി ചെയ്യണല്ലേ. ഞാൻ എന്തുകൊണ്ടാണ് ഞാൻ ഹിന്ദി പറയാൻ ആരും പറയിപ്പിക്കണല്ലേ, ആരും എന്നോട് ഹിന്ദി പറയണല്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ ഹിന്ദിക്കാരില്ല, ആരുമില്ല, ഗോവയിൽ അങ്ങനത്തെ ഇല്ല എന്നൊക്കെ പറഞ്ഞു. എന്തുകൊണ്ടാണ് ഞാൻ 27 വയസ്സിൽ പിന്നെ അന്ന് കരഞ്ഞു വന്ന് മെഡിക്കൽ ആക്ട്രസ് എക്സാം വഴി 17 വയസ്സിൽ വീരാൻ കാണാണ്ട് തിരിച്ച് വന്നത്. അത് വന്ന് പിന്നെ ബാംഗ്ലൂർ വൃത്തിയുള്ള സ്ഥലത്ത് പോകുന്നതും അവിടെ നിന്ന് സോഷ്യൽ വാക്കിൽ പറയണല്ലേ. അതിലാണ് സെക്കൻഡ് ടൈം പോകുന്നതും ഛത്തീസ്ഗഡ് തേർഡ് ടൈം പോകുന്നതും അവിടെ ഹിന്ദി പറഞ്ഞ് അവിടെ ജോലിക്ക് അതിനു വേണ്ടി പറഞ്ഞ് പിന്നെ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ അതിനുള്ള സംസാരം വന്നത്. 35 വയസ്സിൽ രാജസ്ഥാനിൽ ഇപ്പോൾ അവിടെ തമിഴ് ഹിന്ദിയാണ് പറയേണ്ടത്. അവിടെ പിന്നെ തമിഴ് തെലുങ്ക് എനിക്ക് പറയാൻ പറ്റുമോ? നിങ്ങളാണ് എവിടെ ഇങ്ങനെ അങ്ങനെയല്ലേ സംസാരിക്കുള്ളൂ. അപ്പോൾ എനിക്ക് തമിഴ് തെലുങ്ക് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഹിന്ദി സംസാരിക്കും, അല്ലെങ്കിൽ അപ്പോൾ അതനുസരിച്ച് നിലനിൽക്കും. അതുകൊണ്ട് ഞാൻ എവിടെ നിലനിൽക്കും എന്ന് പറയുന്നത്. അല്ലാണ്ട് നിങ്ങളുടെ പല വിഡ്ഢിത്തരം കാണിച്ചുകൊണ്ട് ഓരോ വിഡ്ഢിത്തരം എഴുന്നള്ളി വെച്ചുകൊണ്ടിരുന്ന കൊച്ചിയും അവിടെ നിന്നൊക്കെ ഭാഗത്തുനിന്ന് മലയാളി പാരൻസ് ഉണ്ടായത് മുഖത്ത് സംസാരിക്കാൻ പറ്റും. നിങ്ങളുടെ വൃത്തിക്കുന്ന ശിഖണ്ഡികളെ അരിച്ചിട്ട് നിങ്ങളെ തെറ്റുള്ളതാണ് തോണ്ടി സംസാരിക്കാതെ ബെല്ലടുത്ത് ബെല്ലട് സംസാരിക്കാൻ പറ്റാത്തത്. അപ്പം നിങ്ങൾ വെഡ്ഡി പ്രൂഫും കൊണ്ടുവന്നാൽ എല്ലാ വെഡ്ഡി പ്രൂഫും എൻ്റെ കയ്യിൽ വരും സംസാരിച്ച് വരുമ്പോൾ. ഇതൊക്കെ പറഞ്ഞുണ്ട്. പിന്നെ ഓരോ വെഡ്ഡികൾ സംസാരിക്കുമ്പോൾ ഒരു ഡ്രഗ് അടിച്ച കുട്ടിക്ക് മറ്റേതും അഭിനയിക്കാൻ പറയുമ്പോൾ മെറ്റീരിയലിസ്റ്റിക് രീതിയിൽ MDMA കഴിച്ച വക്കീലും MDMA കഴിച്ച പോലീസുകാർ റേപ്പ് ചെയ്യണമെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് അഭിനയിച്ച് ആരും പറയിപ്പിച്ച് ഡ്രഗ് അഡിക്സ് പറഞ്ഞ് അഭിനയിക്കരുത്. നിങ്ങളുടെ സ്വന്തം വില പോകും. ആർക്കും വേണ്ട, വില ഇല്ലാത്തവരെ ആരും ഓർക്കാനും പോകണില്ലേ. തമ്മിൽ മെറ്റീരിയലിസ്റ്റിക് വൃത്തിഹീന ശിഖണ്ഡികളെ അരച്ചിട്ട് പറയിപ്പിച്ചിട്ട് ഏതോ ഡ്രഗ് അഡിക്റ്റിനെ ഏതോ വൃത്തിഹീന ശിഖണ്ഡികളെ അരച്ചിട്ടുണ്ടെന്നവരെ വൃത്തിഹീനമായി കുടിച്ച് ധൈര്യം ഇല്ലാണ്ട് ചാവാൻ കിടക്കണവരെ അഭിനയിച്ചിട്ട് ഒരു കാര്യമില്ല. ഞാൻ അങ്ങനെ അഭിനയിക്കില്ല. സ്വന്തം കാര്യം പറയും, ആരും പറയിപ്പിക്കാണ്ട് ചെയ്യും. അത് പൂക്കോൾ ഇംഗ്ലീഷ് മാത്സ് എക്സാം എഴുതിയിട്ട് വൃത്തികെട്ട മോന്തയും വെച്ചിട്ട് ഏതോ അനിയന്മാർ പീച്ചിയിലും കടന്നിട്ട് ഗുഡ്കയും കഴിച്ച് നടന്നിട്ട് പരീക്ഷയിൽ തോറ്റു കഴിഞ്ഞാൽ കാലിടുന്ന ഡ്രഗ് അടിച്ച് നടന്നിട്ട് ഒരു നിലപ്പിനാണ് ഒറ്റയ്ക്ക് പേടി ഡ്രഗ് അടിച്ച് നടന്നവരാണ്. അത് ഇവിടെ ഇല്ല. അവർക്ക് ഇത് പറയേണ്ട കാര്യമില്ല. ഇത് ഫുൾ ബോധത്തോടെ പറയണം. അവർ ഡ്രഗ് അടിച്ച് ഫുൾ കാര്യം പറഞ്ഞു കേട്ടിട്ടും വീണ്ടും ആ വെഡ്ഡികളുടെ മനസ്സിലായിട്ട് ഓരോ വെഡ്ഡി വാക്ക് MDMA കൊണ്ടുവിടെ വന്നു കഴിഞ്ഞാൽ ചിലവാവില്ല. അവിടെ വെഡ്ഡി വാക്കുകളും ആയിക്കോടെ വളിവിട്ട നാവും വളിവിട്ട മോന്തിയും ആയിരുന്നു കൂട്ടി വാങ്ങിയ പാരലിസും സ്വയം പഠിച്ച സത്ത അവരൊക്കെ പ്രോത്സാഹിപ്പിച്ച ആത്മഹത്യക്ക് പ്രോത്സാഹിപ്പിക്കണ വെഡ്ഡികൾ വായിക്കോടെ വളിവിടും നാവുകൊണ്ട്. അങ്ങനെയുള്ള മാവുക്കോയിനും പറഞ്ഞിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല. അതിൻ്റെ നിന്നുള്ള ശരിക്കും മനസ്സിലാവും ചെയ്യും. ഇത്ര നാൾ നീ എവിടെയായിരുന്നു, ബാക്കിയുള്ളത് എവിടെയാന്നൊക്കെ ലെവൽ വെച്ച് പറഞ്ഞിട്ട് അടുത്തതും പറഞ്ഞിട്ട് നിങ്ങൾ തന്നെ ഇല്ലാണ്ടോ. ഞാനൊന്നും എൻ്റെ ഭാഗത്തു നിന്നും ഞാനൊരു സോഷ്യലും കഴിക്കാനും പോകില്ലേ. അതിനനുസരിച്ച് പറഞ്ഞത് അവിടെ തീർന്നു. ഞാൻ ഡ്രഗ് അടിച്ച് നടക്കാൻ പോകില്ലേ. നീ വേറെ വല്ല വെഡ്ഡികളെ സ്വപ്നം കണ്ടിട്ട് നിൻ്റെ കൂട്ടത്തിലുള്ള വെഡ്ഡികളെ തമ്മിൽ കൊല്ലിക്കണം വെഡ്ഡികളെ സ്വപ്നം കണ്ടിട്ട് വന്നു കഴിഞ്ഞിട്ട് തിരിച്ച് പോയി കഴിഞ്ഞാൽ നീ വീട്ടിൽ കയറി നിന്നിട്ട് ഇരട്ടിയുടെ MDMA ഡ്രഗും കുട്ടി അടിച്ചിട്ട് നീ ഇല്ലാണ്ടാവാന്നല്ലാണ്ട് നീ ജനിച്ചതോ തെറ്റ്, ആർക്കും വേണ്ടി ജനിച്ചു പുഴുത്ത് അറിയില്ലാണ്ട് തമ്മിൽ വിലയില്ലാണ്ട് സത്തുന്നല്ലാണ്ട്
നിന്നെ കണ്ടിട്ട് നിന്നെ വിലയില്ലാണ്ടാക്കിയവർ പലരും പ്രകടിപ്പിച്ചവർ ചിരിച്ച് മതകളോടെ ഇരിക്കുന്നുണ്ട്. അവർ തന്നെ വേറെ ആത്മഹത്യ ചെയ്യും. അങ്ങനെ തമ്മിൽ കൊല്ലിച്ചിട്ടും ഇരട്ടിയുടെ MDMA ഡ്രഗ് അടിച്ച് തന്നിട്ട് നിനക്ക് ഒരു കാര്യം ഉണ്ടാകും മുകളിൽ. അപ്പോൾ പറഞ്ഞു തന്നാൽ എല്ലാവരും മനസ്സിലാക്കിയ എല്ലാം ഒരാൾക്ക് പറയാനുണ്ടാകും. അതിനനുസരിച്ച് മാറാൻ പഠിക്കുക. ഈ വെഡി തന്നെ ഞങ്ങൾ മുറുകെ പഠിച്ച് ദുഷാട്യം വെഡ്ഡിഷാട്യം പഠിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല ഞങ്ങൾക്ക്.